ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരും. ആ ടെസ്റ്റ് മണി കേൾക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക വർധനമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അതിനെല്ലാം ഒരുക്കുമാറാകട്ടെ. സ്കിപ്പ് ചെയ്യാതെ ആദ്യോടന്തം കണ്ടാൽ അത് വളരെ അനുഗ്രഹം തന്നെ ആയിത്തീരും. ഓക്കെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്ററെ, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് നടത്തുന്ന വിധങ്ങളും വഴികളും ഒക്കെ നമുക്ക് കേൾക്കാം. അതിനു മുൻപേ ദൈവസന്നിധി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. അടിയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഞങ്ങളെ ഇരുത്തിയാട്ട് കർത്താവെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. ഞങ്ങളുടെ സ്വന്തം മഹിമയൊന്നുമല്ല, ഞങ്ങളെ ഹല്ലേലൂയ രക്ഷിച്ചവനായ ഞങ്ങളുടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് ഇടയാക്കണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ ദൈവം സഹായിക്കണമേ. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഇപ്പോൾ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്? ഓക്കെ ഓക്കെ. വീട്ടിലെ ആരൊക്കെയുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നമ്മുടെ കേൾവിക്കാർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. വീട്ടില് ഇപ്പം ഞാനും എന്റെ ഹസ്ബൻഡും സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് റാന്നി വന്നമരുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. എന്റെ പിതാവും മാതാവും സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവര് ആയൂര് വേങ്ങൂര് എന്ന് പറയുന്ന ദേശത്ത് ആയിരിക്കുന്ന എനിക്കൊരു സഹോദരനുണ്ട്, അവരോടൊപ്പം ഉണ്ട്. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും സാക്ഷ്യം കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് നൽകി തിരികെയാണ്. കർത്താവ് ദേവദാസിയെ ബലപ്പെടുത്തട്ടെ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഓക്കെ ഓക്കെ. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ജോയ്സ് ടി വിയിലൂടെ കർത്താവ് നടത്തിയ വിധങ്ങളെ സാക്ഷീകരിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്ന പ്രിയ ആന്റിക്ക് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. ക്ഷണിക്കാനുള്ള മനസ്സ് കാണിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലില് എന്റെ ടെസ്റ്റ് മണി ഞാൻ അറിയിക്കുന്നത്. അത് ജോയ്സ് ടി വിയിലൂടെ ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ഫോർമാലിറ്റി പറയുകയല്ല, ഒത്തിരി ടെസ്റ്റ് മണീസ് ഞാൻ ഈ ചാനലിൽ നിന്ന് അനേകരുടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു അവസരം കർത്താവ് ഒരുക്കിയിരുന്നെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് ദൈവത്തിന്റെ സമയമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് അനേകർക്ക് ഒരു അനുഗ്രഹവും സാക്ഷ്യവും വിടുതലുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് അക്സ പ്രവീൺ എന്നാണ്. ഞാൻ ജനിച്ച് വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്റെ മാതാവിന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പം അവിടെ ജനിച്ചതിന് ശേഷം എന്റെ പിതാവ് IPCയിലെ സീനിയർ പാസ്റ്ററാണ്. അപ്പം സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്റെ തിരുവനന്തപുരത്തുള്ള ജനനത്തിന് ശേഷം മാതാവും പിതാവും കണ്ണൂര് നിലമ്പൂർ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്നെ കൊണ്ട് പോകുവാൻ ഇടയായി. അവിടെ ഏകദേശം ഒരു 4 വയസ്സിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇന്നും എനിക്കുണ്ട്. അതിനു മുമ്പുള്ളത് എനിക്കറിയില്ല. 4 വയസ്സിന് ശേഷമുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അവിടെ കർത്താവിന്റെ വേലയിലായിരുന്ന സമയത്ത് വളരെ ചെറിയ കാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ ചെറുപ്രായം തൊട്ട് തന്നെ ഒരുപാട് ദിവസങ്ങൾ പിതാവിനോടും മാതാവിനോടും കൂടെ പട്ടിണി കിടക്കുവാനും കർത്താവിന്റെ വേലയുടെ ആ കയ്പിനീരിന്റെ കഷ്ടതയ്ക്കകത്ത് വളർന്നു വരുവാൻ കർത്താവ് ഭാഗ്യം തന്ന വ്യക്തിയാണ് ഞാന്. അന്ന് ആ അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് ഇന്ന് അങ്ങനെ കഷ്ടതയിൽ കടന്നു വരുന്ന ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും അവരെ കൈക്കൊള്ളുവാനും കരുതുവാനും എനിക്ക് സഹായിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് അത് മനസ്സിലാക്കുന്നു. അന്ന് ദൈവം എന്തിനാണ് അങ്ങനെ കടത്തിവിട്ടതെന്നുള്ളത് ഇന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കർത്താവിന്റെ വേലയിൽ അവരായിരുന്ന സമയത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് പുതിയ പ്രവർത്തനമാണ്, കുടുംബങ്ങളൊന്നുമില്ല, IPCയുടെ പുതിയ പ്രവർത്തനമാണ്.
അവിടെ വിശ്വാസത്താൽ അവര് പ്രവർത്തനം ആരംഭിച്ചു. പപ്പായുടെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഞാനും എന്റെ മമ്മിയാണ്. ഞങ്ങളോടാണ് പപ്പ പ്രസംഗിക്കുന്നത്. മമ്മി സാക്ഷ്യം പറയും, സ്വോത്രകാഴ്ച ഇടും. ഒരു സഭായോഗം എങ്ങനെ നടത്തുന്നു അതുപോലെയാണ് അവിടെ കർത്താവിന് വേല ചെയ്തത്. 4 മാസത്തോളം ഞങ്ങൾ മാത്രമായിട്ട് ആരാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വലിയ ആത്മാക്കളുടെ ഒരു ചലനം തന്നെ ഉണ്ടാകുവാനിട്ടിടയായി. 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലമുണ്ട് മലബാറിൽ. ഇപ്പൊ അവിടുത്തെ സ്ഥിതിയൊക്കെ ഒരുപാട് മാറി, ഒത്തിരി സഭകൾ വന്നു, ഒത്തിരി വിഷ്ണു പ്രവർത്തനങ്ങൾ ഉണ്ടായി. അന്ന് 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലം മലബാറിന്റെ പ്രദേശത്തുണ്ടായിരുന്നു. അവിടെ കർത്താവിന്റെ വേലയിലായിരുന്ന സമയത്ത് ഒരു ഒറ്റ മുറിയുള്ള ഒരു വീടാണ്, ഒരു മുറിയേ ഉള്ളൂ. അതിനകത്ത് തന്നെയാണ് കിച്ചണും കിടക്കേണ്ടതും എല്ലാം ഒരു മുറിയില്ല. ഞാൻ ഇപ്പൊ ഈ സമയം ഓർക്കുന്ന ഒരു കാര്യം, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അതിനകത്ത് വീഴും. ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഞങ്ങളുടെ 3 പേരുടെയും മുകളിലൂടെയായി വെള്ളം മൊത്തം വീഴുന്നത്. ആ വെള്ളത്തിനകത്ത് എന്നെ വെള്ളത്തിനകത്ത് കിടത്താതെ ഇവർ രണ്ടുപേരും കയ്യിലെടുത്ത് വെച്ച് ദിനരാത്രങ്ങൾ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ കഴിഞ്ഞ സമയം ഞാൻ ഓർക്കുന്നു. ആ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സുവിശേഷകരോടുള്ള ബന്ധത്തിൽ രാവിലെ ട്രാക്റ്റുകളും ഒക്കെ ആയിട്ട് ഭവനങ്ങൾ കയറി പ്രാർത്ഥിക്കാന് എന്നെ തോളിലെടുത്ത് പിന്നെ വലിയ കയറ്റം ഇറക്കമുള്ള റോഡിലൂടെ ഒക്കെ ചുമന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് ക്ഷീണിച്ച് ഭവനത്തിൽ വരും. അപ്പൊ രാവിലെ ഇച്ചിരി ചോറ് വെച്ചിട്ട് പോകും. അന്ന് അരി മേടിക്കാനൊന്നും പൈസയില്ല. അപ്പുറത്ത് ഒരു അമ്മച്ചിയുണ്ട്. എനിക്ക് അമ്മച്ചി ഇന്നും ഓർമ്മയുണ്ട്. ജീവനോടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഭാർഗവി അമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. നല്ല ദൈവസ്നേഹമുള്ള ഒരു വ്യക്തി. ആ അമ്മച്ചി കുറച്ച് പിടിയരി ഇങ്ങനെ അന്നത്തെ ഒരു പഴയ സഞ്ചിയിൽ ഇങ്ങനെ കൊണ്ടുപോകും. അത് അരി ഇങ്ങനെ കഞ്ഞി വെച്ച് പോകുന്നു. കൂട്ടാനൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ ക്ഷീണിച്ച് വൈകിട്ട് 5:30-6 മണി ആകുന്ന സമയത്ത് ഞങ്ങൾ ഭവനത്തിൽ വന്ന് എന്നെ കൊണ്ട് വന്ന് ഈ ചോറ് കഴിക്കാൻ നോക്കുമ്പോൾ കലത്തിനകത്ത് മുഴുവനും ശവന്തീനി ഉറുമ്പുകൾ. ഇത്രത്തോളം പഴക്കമുള്ള ഒരു വീട്. ആ വീടിനകത്ത് മുഴുവൻ ഉറുമ്പാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്നാമതെ പട്ടിണിയുടെ സമയങ്ങൾ, ഉള്ള അരി ഇച്ചിരി വെച്ച് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഒത്തിരി വൈകുന്നേര സമയങ്ങളിൽ ഈ കലത്തോടെ ഈ ചോറെടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ പട്ടിണി കിടന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. എന്റെ മമ്മിക്ക് മുലപ്പാല് കുറവായിരുന്നു ഒത്തിരി. കാരണം ശാരീരികമായ ബലഹീനതകളും ആ ഒരു സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന സമയത്താണ് എന്നെ ഡെലിവറി ചെയ്യുന്നത്. നല്ല വൈറ്റമിൻസ് ഒന്നും അന്നേരം മമ്മിക്ക് ഇല്ലായിരുന്നു. പാൽ ഒത്തിരി കുറവായിരുന്നു. അപ്പം വിശ്വാസത്താൽ എന്റെ പിതാവ് ചെയ്യുന്ന ഒരു കാര്യം, വെള്ളം തിളപ്പിച്ചിട്ട് അത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് പാൽക്കുപ്പിക്കകത്താക്കി എനിക്ക് തരും. അപ്പൊ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, ഇത് വൈറ്റമിൻസ് ആയിട്ട് മാറട്ടെ, ഇതിനകത്ത് പ്രോട്ടീൻസ് വ്യാപരിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അത് വലിയൊരു വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് വെള്ളം തരും. അത് കുപ്പിയിലാക്കി അവര് കുടിപ്പിക്കും. പക്ഷെ അത് വെള്ളമാണോ കുടിക്കുന്നതെന്നുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമോ കരയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എന്റെ മാതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി. ഇന്നത് കേൾക്കുന്നവർക്ക് എത്രത്തോളം അതിന് ഗൗരവം അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കടന്നുപോയ അനുഭവങ്ങളാണ്. അവരുടെ കൂടെ ഒരുപാട് നാളുകൾ ഒത്തിരി കഷ്ടതകളിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ നിന്ന് സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ കൊല്ലം ജില്ലയിൽ കുണ്ടറ എന്ന് പറയുന്ന ദേശത്ത് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ വരുവാനിടയായി. അപ്പൊ ആ സമയമായപ്പോൾ എന്റെ സഹോദരൻ ജനിക്കുവാനിടയായി. അലക്സ് എന്നാണ് അവന്റെ പേര്, അലക്സ് ചാർലി. അങ്ങനെ ഞങ്ങള് 2 കുഞ്ഞുങ്ങളുമായി കുണ്ടറയുടെ പ്രദേശത്ത് IPC കുണ്ടറ സെന്റർ എന്ന് പറയും, അതിനകത്ത് പ്രവർത്തനവുമായി വേറൊരു ദേശത്ത് വന്നു. കുണ്ടറ ചീരങ്കാവ് എന്ന് പറയുന്ന ദേശത്ത് പുതിയ പ്രവർത്തനവുമായി വീട് വാടകയ്ക്ക് എടുത്തുപോലെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കഷ്ടതകളിലൂടെ ഒക്കെ കടന്നുപോയി. ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി. ബാല്യകാലം ഒരുപാട് സ്ട്രഗിൾസിലൂടെ കഷ്ടത അറിഞ്ഞു തന്നെയാണ് വളർന്നു വന്നത്. ഈവൻ തലയിൽ കുത്തുന്ന ഒരു സ്ലൈഡിന് പോലും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികൾ നല്ല ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും അവരെ. ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോ അവരെ ഇങ്ങനെ ദയനീയമായിട്ട് ഞാൻ നോക്കും. എന്നിട്ട് സങ്കടം അപ്പൊ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്ര സങ്കടം വന്നാലും ആരുടെയും മുൻപിൽ നമ്മൾ കരയരുത്, യേശുപ്പച്ചന്റെ മുൻപിൽ അല്ലാതെ നമ്മൾ ആരുടെയും മുൻപിൽ കരയരുതെന്ന് എന്റെ മമ്മി എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സങ്കടം വരും. ഇന്റർവെല്ലിന്റെ സമയത്ത് പുറത്തു വിടുമ്പോ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ആരും കാണാതെ തുടച്ചു കളയുന്ന ഒരു സ്വഭാവം അന്നേ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു സ്കൂൾ വർഷകാലത്ത് 4ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന സമയമായപ്പോ ബാഗ് മേടിക്കാൻ പൈസയില്ല, പുസ്തകം മേടിക്കാൻ പൈസയില്ല, ഒരു പുത്തൻ ഉടുപ്പിട്ടുകൊണ്ട് പോകാൻ ഉള്ള സാമ്പത്തികമില്ല.
അങ്ങനെ ഒരു കഷ്ടതയുടെ കാലം. അന്നേരം പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ചൻ മോക്ക് ഇതെല്ലാം തരുമെന്ന് പറയാനിടയായി. അങ്ങനെ ഞാന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഓരോ വാക്കുകളൊക്കെ സ്വോത്രമൊക്കെ പറഞ്ഞ യേശുപ്പച്ച എനിക്ക് ഉടുപ്പ് തരണം, പൊക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. വിശ്വാസം, കാരണം എന്റെ പിതാവ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനപ്രകാരം തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ബാങ്കിലെ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന അങ്ങനെയല്ല. ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാതെ കഷ്ടതയുടെ നടുവിൽ വിശ്വാസത്താൽ തന്നെ ജീവിക്കുകയും ആ വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു നല്ല മാതാവിനെയും പിതാവിനെയും ദൈവം തന്നത് ഈ ലോകത്തിലെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യം തന്നെയാണ്. സ്തോത്രം. ഞാനതിൽ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അയൽപ്പക്കത്ത് നിന്ന് 3ാമത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരങ്കിള് പെട്ടെന്ന് വിദേശത്ത് നിന്ന് വരുവാനായിട്ട് ഇടയാണ്. അദ്ദേഹം വന്ന സമയത്ത് എന്റെ പിതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ച് പോകാൻ സമയമായപ്പോ അദ്ദേഹത്തിന്റെ വൈഫ് വലിയൊരു കവർ അതിങ്ങനെ മമ്മിയുടെ കയ്യിൽ കൊടുത്തു. അവര് പോയതിനു ശേഷം ആ കവർ നോക്കിയപ്പോ അതിനകത്തൊരു കൊച്ചു സ്കൂൾ ബാഗ്, കുറെ പെൻസിലുകള്, കുറെ ബോക്സുകള്, ഒരു സ്കൂളിൽ പോകുന്നതിന് ആവശ്യമായ എന്തൊക്കെ അതെല്ലാം. അപ്പം അന്നേ ചെറുപ്രായത്തിൽ തന്നെ എന്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. ദൈവത്തോട് യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, മനുഷ്യന്റെ മുൻപിൽ കരയാതെ ദൈവത്തോട് കരഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കും, ദൈവം നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി. അങ്ങനെ ഒത്തിരി ചോദനകൾ നടുവിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആത്മാക്കൾ വരുവാൻ തുടങ്ങി. ഒരു ടെമ്പിളിലെ അസിസ്റ്റന്റ് പൂജാരിയായിട്ടൊക്കെ വർക്ക് ചെയ്തവരൊക്കെ കർത്താവിനെ രക്ഷയിൽ സ്വീകരിപ്പാനും സ്നാനപ്പെടുവാനും ഒക്കെ ഇടയായി. ഒരുപാട് ആത്മാക്കളെ നേടുവാൻ കർത്താവ് സഹായിച്ചു. ആ സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് എന്റെ പിതാവിന് കർത്താവ് വഴിയൊരുക്കി കടന്നുപോയി. ലഭിച്ച നന്മയില് സ്ഥലം മേടിക്കുവാൻ, ചർച്ചുകള്, പാഴ്സനേജുകൾ പണിയാനൊക്കെ കർത്താവ് എന്റെ പിതാവിനെ സഹായിച്ചു. ഇന്നും 1 സെന്റ് ഭൂമി എന്റെ പിതാവിന് സ്വന്തമായിട്ടില്ല. ലഭിച്ച നന്മ മുഴുവനും കർത്താവിന്റെ നാമത്തിനു വേണ്ടി ചെലവഴിച്ചതാണ്. ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടില്ല. എന്റെ വിവാഹമൊക്കെ നടന്നത് വളരെ അത്ഭുതത്തിലൂടെയാണ് വിവാഹം നടന്നത്. ഒരു ബാങ്ക് ബാലൻസും ഇല്ലാതെ വിവാഹം നടന്ന ഒരു വ്യക്തിയാണ് എന്റെ. സ്തോത്രം. അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അങ്ങനെ വിശ്വാസത്താൽ, വളരെ തീവ്ര വിശ്വാസത്താൽ വളർന്നു വരുന്ന സമയത്ത് ഏകദേശം ഒരു 12 വയസ്സായപ്പോൾ ഞാൻ നിരീശ്വരവാദിയാകാൻ തുടങ്ങി. അവിടെ മുതലാണ് എന്റെ വലിയൊരു സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 12 വയസ്സ് വരെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലും ഉപസിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും വലിയൊരു വിശ്വാസത്തിലും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം 12 വയസ്സായപ്പോൾ എന്റെ ചിന്ത മുഴുവൻ ദൈവം ഇല്ല, ഈശ്വരൻ എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്ന നിലവാരത്തിൽ എന്റെ ചിന്ത ഡൈവേർട്ട് ആകുവാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മേൽ വലിയൊരു വിളിയും തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ടാകാം പിശാച് എന്നെ ആ ഒരു നിലവാരത്തിലോട്ട് മാറ്റിയത്. അത് വിശ്വാസ ജീവിതത്തിനകത്ത് നിന്ന് ഉള്ള, അല്ലെങ്കിൽ ടിപ്പിക്കൽ പെന്റക്കോസ്റ്റൽ സിസ്റ്റത്തിനകത്തുള്ള ഒത്തിരി പ്രോബ്ലംസ് കണ്ടും കേട്ടും മനസ്സ് മടുത്ത് മരവിച്ച് ഒരു പ്രയാസകരമായ ഘട്ടത്തിലോട്ട് മനസ്സ് സഞ്ചരിക്കുവാനിടയായി. അപ്പം ഇതാണോ ദൈവമക്കൾ, ഇതാണോ ദൈവം, ഇതാണോ സൊസൈറ്റി, ഇങ്ങനെയാണോ അങ്ങനെയാണോ, കുറെ ക്വസ്റ്റ്യൻസ് എന്റെ മൈൻഡില്. വെറും 12 വയസ്സേ ഉള്ളൂ, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ശരിയാണ്. ഒരു ദേവദാസന്റെ മകളാണല്ലോ. എന്നിട്ടും നമ്മുടെ ആത്മീയ ഗോളത്തിനകത്തുനിന്ന് ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി തിക്ത അനുഭവങ്ങൾ അവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്നു. പലപ്പോഴും അത് മറ്റുള്ളവരെ മനസ്സിലാക്കാത്തൊരു അനുഭവമാണ്. എനിക്ക് മനസ്സിലാകും സിസ്റ്റർ പറയുന്നത്. ഞാനൊരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചത് കൊണ്ട് എനിക്കത് മനസ്സിലാകും. ഓക്കെ, സംസാരിച്ചാട്ടോ. അതെ. അപ്പം അത്രയും വിശ്വാസത്തിൽ വന്നിട്ട് പെട്ടെന്നാണ് ചിന്തകൾ മാറുന്നത്. കാരണം സഭാ ശുശ്രൂഷയിലായിരുന്നു. നമുക്കറിയാം ദൈവസഭയിൽ എല്ലാവരും കുഞ്ഞാടുകളല്ലല്ലോ. ബഹുജനം പലവിധം. ആരെയും വിധിപ്പാൻ നമ്മൾ യോഗ്യരല്ല. സ്തോത്രം. നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കുറവുകളുണ്ട്. അങ്ങനെയുള്ള ചില ബലഹീനതകളും കുറവുകളൊക്കെ ആ ചെറുപ്രായത്തിൽ കണ്ടപ്പോൾ, എന്റെ പിതാവ് അത് ഫേസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിനെ സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതെന്നെ ഒത്തിരി മുറിവേൽപ്പിച്ചു, ആഘാതമേൽപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പരിജ്ഞാനത്തിൽ ഞാൻ ഒത്തിരി അതിനെ വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാനൊരു നിരീശ്വരവാദിയായിട്ട് മാറി. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഞാനൊരു നിരീശ്വരവാദിയായി.
19-ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വേർതിരിക്കുന്നത്. അത് ഞാൻ പറയും. അങ്ങനെ നിരീശ്വരവാദിയായി മുൻപോട്ട് ജീവിക്കുന്ന കാലം, എന്റെ പിതാവ് സഭായോഗം നടത്തുമ്പോൾ ഞാൻ അതിനകത്ത് ഇരിക്കത്തില്ല. ഞാൻ പാഴ്സനേജിൽ കയറി. കാരണം എനിക്ക് ദൈവം ഇല്ലല്ലോ. അത്രത്തോളം റെബല്യസ് ആയി. എന്റെ സ്വഭാവങ്ങൾ മാറി. ഭയങ്കരമായിട്ട് എന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറി. ആരെയും വകവെക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറി. ആരെയും അനുസരിക്കത്തില്ല, ആരെയും കൈക്കൊള്ളത്തില്ല, കീഴ്പ്പെടത്തില്ല. അങ്ങനെ ഒരു പൈശാചികമായ ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ ചേഞ്ച് ആയി. ഞാനിതിനിടയ്ക്ക് പറയാം, എന്റെ പിതാവിന്റെയും പ്രത്യേകിച്ച് എന്റെ മാതാവിന്റെ കണ്ണുനീരാണ് ഇങ്ങനൊരു സാക്ഷ്യം പറയാൻ ദൈവം എന്നെ പ്രാപ്തയാക്കിയത്. ട്രാക്ക് മാറിപ്പോയപ്പോഴും മമ്മി പ്രാർത്ഥന വിട്ടില്ല, ഉപവാസം നിർത്തിയില്ല. എന്റെ പിതാവ് പ്രാർത്ഥന നിർത്തിയില്ല. അവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തക്ക സമയമായപ്പോൾ ദൈവം എന്നെ വിടിവിപ്പാനിടയായി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് ഇതിനകത്ത് പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം നമുക്ക് ആൺതലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, പെൺതലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ നിയോഗം, വാഗ്ദത്തങ്ങൾ, അത് ആത്മീക വാഗ്ദത്തമാകട്ടെ, സ്തോത്രം, ഭൗതിക വാഗ്ദത്തമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രിയമുള്ളവരെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്ന തലമുറയാണെങ്കിൽ പിശാച് എത്ര വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാലും, എത്ര തകർത്ത് കളയാൻ നോക്കിയാൽ ഇതൊന്നും വില പോകത്തില്ല. തലമുറകളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ശരിയാക്കി എടുക്കും, ഇനി എന്റെ കുഞ്ഞ് ശരിയാകുമോ എന്ന് വളരെ ഹൃദയം തകർന്ന് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, കരയാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വലിയ പൈശാചിക ശക്തിയുടെ കയ്യിൽ നിന്നും കർത്താവ് നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. അതിന്റെ ഉത്തമയായ ഒരു സാക്ഷിയാണ് ഞാൻ. സ്തോത്രം. അങ്ങനെ ഒത്തിരി കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 7ാം ക്ലാസ് 8ാം ക്ലാസ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ കാലങ്ങൾ മുൻപോട്ട് പോയി. നല്ലതുപോലെ പഠിക്കുന്നതിനോടൊപ്പമൊന്നുമില്ല, പക്ഷെ ദൈവമില്ലെന്നൊരു വിശ്വാസത്തിൽ, ആ ഒരു കൺസെപ്റ്റിൽ നോക്കണം. എന്റെ പിതാവ് ഒരു സഭാ പാസ്റ്ററാണ്. അദ്ദേഹം സഭായോഗങ്ങൾ നടത്തുമ്പോൾ, ഫാസ്റ്റിംഗ് പ്രയറുകൾ നടത്തുമ്പോൾ, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ മകൾ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പല ചോദ്യങ്ങൾ, റിലേറ്റീവ്സിന്റെ ചോദ്യങ്ങൾ, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന താങ്കളുടെ മകൾ എന്താ ഇങ്ങനെ, ഒത്തിരി നിന്ദകൾ, ക്വസ്റ്റ്യൻസ് ആ ഒരു ബേസിൽ എന്റെ പിതാവ് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർ പതറിയില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏത് പ്രാർത്ഥന നടത്തിയാലും ഞാൻ എന്റെ ബെഡ്റൂമിൽ ഇരിക്കും. ഞാൻ ചർച്ച് ഹോളിൽ കയറത്തില്ല, ഒന്നിനും തൂക്കാൻ പോലും കയറത്തില്ല. കാരണം എന്റെ കൺസെപ്റ്റ് ദൈവം ഇല്ല എന്നുള്ള ഒരു പൂർണ്ണ നിരീശ്വരവാദിയുടെ ചിന്തകളും സ്വഭാവങ്ങളും അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡും എന്തോ അത് അങ്ങനെ തന്നെയായിട്ട് ഞാൻ മാറുവാനിടയാണ്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനിടയിൽ എനിക്ക് 8 വയസ്സുള്ള സമയത്ത് ഞാനൊന്ന് വീഴാനിടയായി. അപ്പം അവിടെയാണ് ദൈവത്തിന്റെ പിടിയുടെ ആദ്യ കൊളുത്ത് എന്ന് ഞാൻ പറയുന്നത്. 8 വയസ്സുള്ള കൊച്ചു പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് കുത്തനെ ഭിത്തി പോലിരിക്കുന്ന ഒരു കയറ്റം ഇറക്കമുള്ള റോഡ്. ആ ഇറക്കത്തിലൂടെ വരുന്ന വഴിക്ക് കാല് സ്ലിപ്പായിട്ട് തെന്നി 3 കരണം മറിഞ്ഞ് ഒരു വിരലിന് സമമായി കൂർത്തിരിക്കുന്ന ഒരു കല്ലേല് ബട്ടക്സ് അടിച്ച് നടു വീണ്ടും ഒരു കരണം മറിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരു പാറക്കുറ്റിയെ ചെന്ന് അടിച്ച് വീണിട്ടുണ്ടായിരുന്നു. അത് അന്നേരം തൂത്തിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി. ഏകദേശം ഒരു 16 വയസ്സായപ്പോൾ ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഒന്നും വയ്യ. ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പേരൻസിനെ ടീച്ചേഴ്സ് വിളിച്ചു വരും. കാരണം എനിക്ക് ഇരിക്കാൻ കുനിയാൻ വയ്യ, നോട്ട്സ് എഴുതാൻ വയ്യ, വലിയ ഫിസിക്കൽ പ്രോബ്ലം. അങ്ങനെ 16ാമത്തെ വയസ്സിൽ MRI എടുത്തപ്പോൾ സ്പൈനൽ കോഡ് കംപ്ലീറ്റ് ഡാമേജ്. അപ്പൊ ഡോക്ടർ കണ്ടുപിടിച്ചു. ഡോക്ടർ ചോദിച്ചു, ഒരു കൂർത്ത അഗ്രഭാഗമുള്ള വസ്തുവിൽ ചെന്ന് അടിച്ച് വീണായിരുന്നോ എന്ന് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ ചോദിപ്പനിടയായി. അവർക്കറിയാതെ അങ്ങനെ അത് കണ്ടുപിടിച്ചു. MRI എടുത്തു. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. യൂട്രസിന്റെ പൊസിഷൻസ് വരെ അല്പം തെറ്റിക്കിടക്കുന്നൊക്കെ വിധത്തിൽ വലിയ ഇഷ്യൂസ് ബോഡിയിൽ കാണുവാനിട്ടിടയായി. ഒത്തിരി ലക്ഷങ്ങളുടെ സർജറി ആ സമയത്ത് പറഞ്ഞു. വിശ്വാസത്താൽ കർത്താവിന് വേല ചെയ്യുന്ന പിതാവിന്റെയും മാതാവിന്റെയും കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല. പപ്പ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. MRI റിപ്പോർട്ടൊക്കെ മടക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ അപ്പോഴും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, ഞാനിങ്ങനെ മരിച്ചു പോകുന്നെങ്കിൽ മരിച്ചു പോകട്ടെ. ഭയങ്കര ഒരു റെബല്യസ് ക്യാരക്ടറാണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു സ്വഭാവം.
വളരെ ഒരു എന്താണ് ഒരു റൂറലായിട്ടുള്ളൊരു സംഭവം. അപ്പൊ ഇവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ മാതാവിനോട് പറഞ്ഞു, മാതാവിന്റെ റിലേറ്റീവില് ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു ബിലീവറാണ്, കൃപാവരമൊക്കെ ഉള്ള നല്ലൊരു വ്യക്തി, ഒരു തിരുമെന്നൊരു വൈദ്യനും കൂടാണ്. അപ്പൊ മമ്മിയോട് ദൈവം സംസാരിച്ച് അദ്ദേഹത്തെ ഒന്ന് കൊണ്ട് കാണിക്കുക. അങ്ങനെ ട്രിവാൻഡ്രത്ത് എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ട് കാണിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ കാണിച്ചപ്പോ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്റെ മാതാവിനോട് പറഞ്ഞ 2 കാര്യം. ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ച് അത് ചെയ്യാം. പൂർണ്ണ സൗഖ്യം പ്രതീക്ഷിക്കാം, കാരണം എന്നെ ദൈവത്തിന് വേണോ, സ്തോത്രം, പൂർണ്ണ സൗഖ്യം പ്രതീക്ഷിക്കാം. 2, വിവാഹം കഴിപ്പിക്കുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല, കുടുംബജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയാനിടയാണ്. അപ്പൊ ഒരു പെറ്റ അമ്മയോടാണ് ഇത് പറയുന്നത്. സ്തോത്രം. മമ്മി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് മമ്മി വിശ്വാസത്തോടെ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്ന് പറയാനിടയാണ്. അങ്ങനെ 28 ദിവസം എണ്ണത്തോണിക്കകത്ത് കിടത്തി തിരുമ്മി ഏകദേശം ഒന്ന് റിക്കവറായി. ഒരു 60% റിക്കവറായി. നാട്ടിൽ മടങ്ങി വന്നു, വീണ്ടും വിദ്യാഭ്യാസം തുടർന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇതിനിടയിൽ ഈ 15-16 വയസ്സിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടായ സമയത്ത് ദൈവസഭയിലെ ദൈവമക്കളെല്ലാം, അപ്പൊ ഞാൻ ഒത്തിരി അങ്ങ് ടയർഡായി. എന്റെ ലെഫ്റ്റ് കാല് ഏകദേശം തളരുന്ന ഒരു അവസ്ഥ പോലെ ആയിരുന്നു. നടക്കുമ്പോ ഒരു ഞൊണ്ടലും. അപ്പൊ എനിക്ക് ഭയമാണ്. അപ്പൊ എന്നോട് വിശ്വാസികളൊക്കെ പറഞ്ഞു, സ്നാനപ്പെട്ടാൽ നിന്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലെ പിശാച് അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഇത് മാറാൻ വേണ്ടി ഒന്ന് സ്നാനപ്പെട്ടേക്കാം, കാരണം എനിക്കിത് എങ്ങനെയെങ്കിലും റിക്കവർ ആകണം. എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് ഒന്നുകിൽ പൊളിറ്റിക്സിനകത്ത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് PhD എടുത്ത് ആ ഒരു ലെവലിൽ എഞ്ചിനീയറിംഗിൽ PhD ഡോക്ടറേറ്റ് എടുത്ത് ആ ലെവലിൽ പോകണം, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ഒത്തിരി ലക്ഷ്യങ്ങളുമായിട്ട് ഞാനിരിക്കുക. അപ്പൊ എനിക്ക് ഈ ഫിസിക്കൽ കണ്ടീഷനിൽ ഇതൊന്നും നടക്കും. അപ്പൊ എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇത് മാറണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അന്നത്തെ സഭയിലെ ബിലീവേഴ്സ് പറഞ്ഞു, അച്ഛമോളെ സ്നാനപ്പെട്ടാല് തീർച്ചയായിട്ടും ഇത് മാറും, നീ ദൈവത്തെ വിശ്വസിക്കണം. ഞാൻ ഇവരോട് പറഞ്ഞു സ്നാനപ്പെടാന്ന് പറഞ്ഞു. ഇവൻ അഭിനയിച്ചു. പക്ഷെ ഒരു വിശ്വാസവും ഇല്ല, നിരീശ്വരവാദി തന്നെ ഒരു വിശ്വാസം. അങ്ങനെ സ്നാനപ്പെടാന്ന് പറഞ്ഞു. ഇപ്പോഴും പിതാവ് പറഞ്ഞു, എന്റെ മാതാവുമായിട്ട് ഡിസ്കസ് ചെയ്തു, അവൾക്ക് യഥാർത്ഥ മാനസാന്തരം ഒന്നും ഇല്ല, ഇതൊക്കെ അവളുടെ അഭിനയമാണെന്ന് പിതാവിന് മനസ്സിലായി. അങ്ങനെ സഭക്കാരുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം സ്നാനപ്പെട്ടു. വെറുതെ സ്നാനപ്പെട്ടതാണ്. കാരണം ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ തലമുറകളെ നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ വെറുതെ അവരെ സ്നാനപ്പെടുത്തരുത്. അവർക്ക് സ്വയം കർത്താവായ യേശു ക്രിസ്തു ആരാണ്, എന്തിന് ഭൂമിയിൽ വന്നു, എന്തിന് നമ്മളെ വീണ്ടെടുത്തു, ഇതിന്റെയൊക്കെ ഒരു വലിയ ആധികാരികമായ പഠനം അവർക്ക് ലഭിച്ചിട്ട് അവർ നമ്മളോട് പറയണം എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ വരുമ്പോഴേ നമ്മൾ അവരെ സ്നാനപ്പെടുത്തും. അപ്പൊ എന്നെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ. ഒരു ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തകൾക്കോ ഒന്നിനും മാറ്റം. അങ്ങനെ മുൻപോട്ട് പോയ സമയത്ത് +2 വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജിൽ അടൂര് ദേശത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജില് ആദ്യത്തെ 2 വർഷത്തെ കോളേജ് റാങ്ക് ആയിരുന്നു. അപ്പം 2ാം വർഷം ലാസ്റ്റ് സെമസ്റ്ററിലോട്ട് കയറുന്ന സമയത്താണ് ദൈവം എന്നെ പിടിക്കുന്നത്. അത് അപ്പോസ്തലനായ പൗലോസിനെയൊക്കെ പിടിച്ചതുപോലെ ഡയറക്റ്റ്, അതായത് നേരിട്ട് ദൈവത്തിന്റെ സ്പർശനം അല്ലെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ദൈവത്തെ എത്രമാത്രം ഞാൻ തള്ളി പറഞ്ഞോ ഇതെനിക്ക് ഓരോ നിമിഷവും ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞതിന് ശേഷം തള്ളിക്കളഞ്ഞ കാലം വെറുതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. അത്രയും കാലം കൂടെ ദൈവത്തിന്റെ നാമം ഉയർത്താമായിരുന്നല്ലോ എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അപ്പൊ ആ ഒരു വയസ്സിലാണ് കർത്താവ് എന്നെ തൊടുന്നത്. അത് വളരെ യാദൃച്ഛികമായിട്ടൊരു സംഭവമാണ്. ഞാൻ ഇങ്ങനെ ആരെയും അനുസരിക്കാതെ കീഴ്പ്പെടാതെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത്, ഏകദേശം 17 വയസ്സ് കഴിഞ്ഞ സമയത്ത്, അന്ന് സഭയില് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കി. ഒരു കർത്താവിന്റെ അഭിഷിക്തദാസൻ പകലും രാത്രിയും ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു. കർത്താവിന്റെ ദാസൻ വന്നിട്ട് പറഞ്ഞു, പകലത്തെ സെക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം ആഹാരം കഴിക്കുക. അപ്പൊ ഞാന് സ്കൂളിൽ പോയിട്ട് ബാഗുമായിട്ട്, ഞാൻ പാസ്റ്റർമാരുടെ മുഖത്തൊന്നും നോക്കത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ എന്തോ ആണെന്നൊരു ഭാവം എനിക്ക് ഭയങ്കര നിഗളമായിരുന്നു. എല്ലാം ദൈവം ഓടിച്ചു. ഭയങ്കര ഗർവത്തോടെ ഞാൻ ഈ ബാഗ് തൂക്കി എന്റെ മുറിയിലോട്ട്. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ അതാരാ? അങ്ങനെ വളരെ സൗണ്ട് കുറച്ചിട്ട് പറഞ്ഞു, അയ്യോ മിണ്ടല്ലേ, അത് മോളാ,
ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ വന്ന അഭിഷിക്തൻ ആത്മാവിൽ ധൈര്യശാലിയായ ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു, ഒന്ന് വിളിക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പിതാവ് പറഞ്ഞു, അയ്യോ വിളിക്കാനൊക്കത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. ഇല്ല പാസ്റ്റർ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വന്ന് വിളിച്ചു, താഴോട്ടൊന്ന് വാ, ചായ കുടിക്കാൻ. കാരണം പാസ്റ്റർക്ക് കാണാനാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ വരത്തില്ല. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ താഴെ വന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ 19ാമത്തെ വയസ്സിൽ ഈ പെട്ടകം നീ എടുക്കും. പെട്ടെന്ന് എന്റെ മുഖഭാവം മാറി, അല്ലെ പൈശാചിക ശക്തി ഇളകി ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് സെക്കൻഡ്സ് ഞാൻ ചേഞ്ച് ആയിട്ട് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രസംഗിക്കാൻ വന്നെങ്കിൽ പ്രസംഗിച്ചിട്ട് ഭക്ഷണവും കഴിച്ച് കാശും മേടിച്ചുകൊണ്ട് പോകും. എന്നോട് ദൂതൊന്നും പറയാൻ വരണ്ട. എന്റെ കഴുത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാന് ബെഡ്റൂമിന്റെ ഡോറ് അടിച്ചു പൊട്ടിച്ച് അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരുടെ വീട്ടിലോട്ട് ഇറങ്ങി. എന്നാൽ ഈ പുസ്തകം എടുത്തിട്ട് ഞാൻ ആദ്യം ശുശ്രൂഷിക്കുന്നത് ഈ അഭിഷിക്തദാസന്റെ സഭയിൽ. അതാണ് ദൈവത്തിന്റെ വേറൊരു നീതി എന്ന് പറയും. അങ്ങനെ ദൈവാലോചനയൊക്കെ തിരസ്കരിച്ച് മുന്നോട്ട് പോയി കോളേജിൽ കയറി. 2ാമത്തെ വർഷം ദൈവം എന്നെ തൊടുകയാണ്. അപ്പം സെക്കൻഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വെക്കേഷൻ സമയത്ത് മമ്മിയുടെ നാടായ ട്രിവാൻഡ്രത്ത് ആ ഭവനത്തിൽ 10 ദിവസത്തെ വെക്കേഷന് ഞങ്ങൾ ചേർന്നു. എന്റെ കസിൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു വലിയ സംഘം അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ചർച്ചിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കും. അപ്പൊ എന്റെ മനസ്സിലോ ഇവിടുത്തെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടെ ചെന്നപ്പോ അവിടെയും പ്രാർത്ഥന. ഞാൻ ആകെ ഡിസ്റ്റർബ് ഞാൻ എന്റെ ലൈഫിൽ അതുവരെ അനുഭവിക്കാത്തൊരു ഡിസ്റ്റർബൻസ്, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ ആയിരുന്നപ്പോ ഇങ്ങനെ അനുഭവിക്കും. അപ്പൊ എന്റെ കസിൻസ് ഒക്കെ ചോദിക്കണം, അവരുടെ എല്ലാം ലീഡർ ഞാന് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് റൗഡി അക്സ എന്നാണ് പറയുന്നത്. കാരണം അത്രയും തന്റേടിയായ ഒരു ഞാൻ. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ അധികം ഇല്ല, ബോയ് ഫ്രണ്ട്സ് ആണ് കൂടുതലും. ബോയ് ഫ്രണ്ട്സുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഞാൻ കോളേജിലൊക്കെ ഒരു വരാന്തയിൽ നടന്നു കഴിഞ്ഞാൽ ഇടതും വലതും ഒക്കെ ബോയ്സ് ആ എന്റെ കൂടെ നടക്കുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പെൺകുട്ടികളൊന്നും ഇഷ്ടമായി. കോളേജില് നിർത്തി വെച്ചിരുന്ന പല ഫെസ്റ്റിവൽസ് ഒക്കെ മുൻനിന്ന് നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത്ര ഒരു വിൽ പവർ ഒക്കെ ആ സമയത്ത് ഉണ്ടായി. അപ്പൊ ഇവരുടെയൊക്കെ ഗാങ് ഞാൻ. അപ്പം ഞാനിങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടിരുന്നപ്പോ അവരും പറയാ, നമ്മൾ ഒരുമിച്ചൊരു വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വന്നിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തോ നിന്റെ പ്രോബ്ലം. അപ്പൊ ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്കും അറിയത്തില്ല എന്താ, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ ഈ കസിൻസിനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ ഒരു കല്യാണം നടത്താനായിട്ട് മാരേജ് സെറമണി നടത്താം. അപ്പൊ എന്റെ പിതാവിനോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് ലീഡ് ചെയ്യണമെന്ന്. അപ്പൊ എന്റെ പിതാവ് കസിൻസിനോട് പറഞ്ഞു, ഇന്നിവിടെ ആരും കളിക്കാനൊന്നും നിൽക്കാനൊക്കത്തില്ല, എല്ലാവരും ചർച്ചിൽ വന്നേക്കണോന്ന് പറഞ്ഞു. എന്നോട് പറയത്തില്ല, എന്നോട് പറയാനൊക്കത്തില്ല. എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. പാത്രങ്ങൾ എടുത്തെറിയും, പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും, പല സാധനങ്ങൾ എടുത്ത് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. ഒന്നും ഒരു കാര്യവും പറയാനൊക്കെ. അപ്പൊ അവരോട് പറഞ്ഞു എല്ലാവരും ചർച്ചിൽ വരണമെന്ന്. അങ്ങനെ ഇവരെല്ലാം കൂടെ എന്റെ കൈയും കാലും പിടിച്ചിട്ട് പറഞ്ഞു, അക്സേ നീ ഇല്ലാതെ ഞങ്ങൾ പോകുന്നു, നീ കൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര വയസ്സ് തൊട്ട് ഞാൻ ആലയത്തിൽ കയറിയിട്ടില്ല, ഞാൻ വരത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ ചിന്താഗതികൾ. ഞാൻ ഒരിക്കലും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്? ദൈവമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, എന്നെ എന്തിനാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുക. അപ്പം എന്റെ മൈൻഡ് മാറുക. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എത്രത്തോളം നിഗളിച്ചാലും എത്ര അഹങ്കരിച്ചാലും എന്റെ മനസ്സിന്റെ കൺട്രോള് എന്റെ കയ്യിലാണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ആർക്കും പറയാൻ പറ്റും. കാരണം എന്റെ ആയുസ്സിൽ ഞാൻ ആലയത്തിൽ കയറത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി. പക്ഷെ ദൈവത്തിന്റെ ആ രൂപാന്തരത്തിന്റെ സമയമായപ്പോൾ, രൂപാന്തരപ്പെടുത്താനുള്ള ടൈം ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ഹൃദയം അനുനയപ്പെടുന്ന ഒരു അവസ്ഥ. സ്തോത്രം. അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പൊ ദൈവം നമ്മോടൊരു വാഗ്ദത്വം ചെയ്തിട്ടുണ്ട്. ഏത് ശത്രു വാദിച്ചാലും ആ വാദമൊന്നും വിജയിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തം തക്ക സമയത്ത് ആ രീതിയിൽ ചലിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഇതിനിടയ്ക്ക് ഞാനത് പറഞ്ഞു, വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവം പറഞ്ഞോ, ദൈവം അത് ചെയ്തിരിക്കും. അതിനി മനുഷ്യൻ വെല്ലുവിളിച്ചാലും
പിശാച് വെല്ലുവിളിച്ചാലും ആര് വെല്ലുവിളിച്ചാലും നടക്കത്തില്ല. കാരണം അത്രയും ശക്തിയുള്ള, സകലത്തിന്റെ മേലും അധികാരമുള്ള, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. അത് ഞാൻ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ ഇവര് നിർബന്ധിക്കുക. അപ്പൊ എന്റെ മനസ്സില് ഞാൻ അറിയാതെ ഒരുങ്ങുക. ഫസ്റ്റ് ഒരു സംഭവമാണ് ജീവിതത്തിൽ. ഞാൻ ഒരുങ്ങി. എന്റെ ആന്റി ഞാൻ ഒരുങ്ങി ഇവരോട് പോവുക. ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പോകത്തില്ല. അങ്ങനെ ചർച്ചിനകത്ത് കയറി. അപ്പൊ ഞാൻ ഒരു ജീൻസിന്റെ ഒരു പാന്റ്, ഒരു പിന്നെ ചെറിയൊരു ടോപ്പൊക്കെ ഇട്ട്. കാരണം ഒരു പ്രാർത്ഥനയ്ക്ക് പോവല്ലോ, ഇവര് വിളിക്കുന്നു, അങ്ങ് പോവാ. തലയില് സ്ക്രാപ്പോ തുണിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒരുങ്ങി കൂടെ ചെന്നു. ഇവരെല്ലാവരും ഫ്രണ്ടിൽ ചെന്നിരുന്നു. ഞാൻ ഏറ്റവും പുറകിൽ അമ്മച്ചിമാരുടെ കൂടെ ഒരു കസാര കയറിയിരുന്നു. എന്റെ കയ്യിൽ ഒരു ഹെഡ്സെറ്റും ഉണ്ട്, ഒരു ഫോണും. ഞാൻ കയറിയിരുന്നു. പ്രാർത്ഥന അപ്പോഴും സ്റ്റാർട്ട് ചെയ്തു. എന്റെ പിതാവ് അന്തം വിട്ട് നോക്കുക, ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ പിന്നെ കണ്ണിൽ കൂടെ വെള്ളം വരുക. ഞാനതൊന്നും കാണുന്നില്ല. പിന്നെ ഈ കസിൻസ് അതിനോട് പിന്നെ പറഞ്ഞു. മമ്മിയൊക്കെ തിരിഞ്ഞു നോക്കി. മമ്മി വാവിട്ട് കരഞ്ഞു. ഞാൻ അതിനകത്ത് കയറി പുറകെ ചേറെ വന്നിരുന്ന സമയത്ത് ഉറക്കെ കരഞ്ഞു. അത് ഞാൻ കണ്ടു. ഉറക്കെയാ കരഞ്ഞു. എനിക്ക് പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് എന്റെ മനസ്സ് വേറെ എവിടെയാ. ദൈവം എന്തൊക്കെയോ ചെയ്യുക എന്റെ ഉള്ളിൽ. ഞാൻ ഈ ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചിട്ട്, അപ്പൊ എനിക്ക് പ്രാർത്ഥന ആരാധന കേൾക്കുന്നൊന്നും ഇഷ്ടമാണ്. ഹെഡ്സെറ്റ് വെച്ചിട്ട് നല്ല സ്റ്റൈലിലുള്ള സിനിമാ പാട്ടും കേട്ട് ഞാൻ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇരിക്കുക. നോക്കിയോണം, ഒരു ബിഷപ്പിന്റെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട് വിശ്വാസ ജീവിതം കണ്ടും അത് ശീലിച്ചും വന്ന് ചില വിഷയങ്ങളുടെ നടുവിൽ ആ ഒരു ചെറുപ്രായമായതുകൊണ്ടായിരിക്കാം അതിനെ നന്മ തിന്മകളെ, അല്ലെങ്കിൽ ആ എന്ത് കഷ്ടം വന്നാലും ദൈവത്തെ വിട്ട് നമ്മൾ പോകരുതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഏജ് ഇല്ലാത്തത് കൊണ്ടാവാം ആ ഒരു പിന്മാറ്റത്തിൽ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷിപ്പ് കഴിഞ്ഞ് വർഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമല്ലോ, രണ്ടുപേരോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ പിതാവ് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, അദ്ദേഹം ചാടി എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഇങ്ങനെ തോട്ടി, ഞാൻ ഹെഡ്സെറ്റ് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ചോദിച്ചു എന്തോ. എന്റെ ചെവിയിൽ അദ്ദേഹം പറയുക 10 മിനിറ്റ് വചനം പറയും. 10 മിനിറ്റ് വചനം പറയും. ഞാൻ എന്തേലും പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ് ഒറ്റ പുള്ളി ഓടി തിരിച്ചുപോയി. പ്രസംഗപീഠത്തിന്റെ അവിടെ. ഞാൻ വിശ്വസിക്കുന്നത് അത് പിതാവിലൂടെ ഒന്നെങ്കിൽ ദൈവത്തിന്റെ ദൂതനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ വന്ന് പറഞ്ഞത്. കാരണം പുള്ളി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അദ്ദേഹത്തിന് തന്നെ ഭയം. അദ്ദേഹം ഒരിക്കലും മാനുഷികമായി അങ്ങനെ എന്റെ അടുത്ത് വന്ന് പറയത്തില്ല, ചെയ്യത്തില്ല. അത് 100-110% ഉറപ്പുള്ള കാര്യം. ജനത പറഞ്ഞ വളരെ മിറക്കിൾസ് ആയിട്ടുള്ള ടെസ്റ്റ് മണിയാണ്. ഞാൻ പറഞ്ഞില്ല, അപ്പോസ്തലനായ പൗലോസിനെ ഡയറക്റ്റ് ദൈവവും തൊട്ടതുപോലത്തെ അനുഭവവും എന്റെ ജീവിതത്തിന്റെ പിതാവും മാതാവും ആ സഭയിലുള്ള ദൈവമക്കളും ഇന്നും ജീവനോടെയുണ്ട്. അവർക്കെല്ലാം അറിയാം ഈ ടെസ്റ്റ് മണി. അവര് കണ്ണിന്, ആ സഭ കണ്ണിന് കണ്ട് സാക്ഷ്യം വഹിച്ച ഒരു സാക്ഷി. അതിന്റെ പിതാവ് അവിടെ പോയിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറയുക, പിന്നെ വചനം പറയും. അടുത്ത നിമിഷം ഞാൻ ഇറങ്ങി വീട്ടിൽ പോവാ. തൊട്ടടുത്താ വീട്. എന്റെ ആന്റി എനിക്കറിയത്തില്ല, പ്രിയമുള്ളവരെ എനിക്കറിയത്തില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഈ കൈ രണ്ട് നമ്മുടെ ചെയറിന്റെ കയ്യിലോട്ട് പിടിച്ചിങ്ങനെ അല്പം പൊങ്ങും. ഒരു ശക്തി വന്ന് എന്നെ ഇരുത്തുക. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ എന്റെ മുഴുവൻ ബലം എടുത്ത് ഞാൻ എഴുന്നേക്കും. പകുതി വരെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് എനിക്ക് എണീക്കാം. ഒരു 5-6 പുരുഷന്മാര് വന്ന് ബലത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന പോലെ ഈ തോടെ വന്ന് ആരോ പിടിച്ച് ബലത്തിൽ എന്നെ ഇരുത്തുക. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. ഞാൻ ആലോചിക്കും എനിക്ക് എന്തോ സംഭവിക്കുന്നതെന്ന്. എനിക്കൊന്നും മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ പിതാവ് എഴുന്നേറ്റിട്ട് ബൈക്കിൽ കൂടെ പറഞ്ഞു, ഇപ്പോൾ എന്റെ മകൾ വചനം പറയുമെന്ന്. ഇത് പറയുകയും ഞാൻ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഡോറിന്റെ അടുത്താ ഞാൻ ഇരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് തിരിഞ്ഞ് വെളിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പം എന്റെ ഈ തോളെ പിടിച്ച് ശക്തിയോടെ തിരിച്ചിട്ട് എന്നെ ആ പ്രസംഗപീഠത്തിന്റെ അടുത്തോട്ട് നടത്തുക.
ഒരു ക്രാഫോ ചോളോ പിന്നെ ശുശ്രൂഷിക്കാൻ യോഗ്യമായ വസ്ത്രമൊന്നും അല്ല. എനിക്കറിയത്തില്ല എന്തുവാ സംഭവിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ഫോഴ്സ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞ ആളല്ലേ, അപ്പൊ ദൈവം ഉണ്ടെന്ന് അറിയിക്കണമല്ലോ. ഇത്രയും വർഷം ദൈവത്തെ മറുതലിച്ച് മത്സരിച്ച് ദൈവം ഇല്ലെന്ന് അത്രയും കർക്കശമായി മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവരെ കരയിപ്പിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സമയമാണ്. എനിക്കെല്ലാം കഴിയും, എല്ലാം എന്റെ കൺട്രോളിലാന്നിരിക്കുന്ന എന്നെ നിന്റെ ശരീരം പോലും നിന്റെ കൺട്രോളിലല്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ ഒരു നിമിഷമാണ്. സ്തോത്രം. അങ്ങനെ ഒരു ഭയങ്കര ഫോഴ്സ് തെള്ളുക. എല്ലാവരും എന്നെ നോക്കുക അന്തം വിട്ട്. അവർക്കും മനസ്സിലാവുന്നില്ല എന്തോ സംഭവിക്കുന്നത്. ഞാൻ ആലയത്തിന്റെ അകത്ത് കയറത്തില്ലല്ലോ, ഇതെന്തോ സംഭവിക്കുന്നത്. മമ്മി ഇരുന്ന് കരയും, പിതാവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഇത് രണ്ടും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഞാനും എല്ലാവരെയും നോക്കി നടക്കും. പക്ഷെ എനിക്ക് തിരിഞ്ഞ് ഓടാൻ പറ്റും. എന്നെ മുന്നോട്ട് നടന്ന് ഓഡിയത്തിന്റെ അവിടെ ചെന്നു. ഒരു 6-7 വയസ്സ് കാണും. ഒരു കൊച്ചു വന്നിട്ട് ഒരു സ്ക്രാഫ് ഉണ്ട്, ഒരു ചെറിയൊരു സ്ക്രാഫ്. ഞാനത് മേടിച്ച് തലയിലങ്ങ് ഇടുവോ? ഞാനങ്ങ് ഇടുവോ? ഐ ഡോണ്ട് നോ. ഞാനതങ്ങ് തലയിലിടുവോ? എത്ര വർഷമായി അത് തലയിലിട്ടിട്ടു. അത് തലയിലിട്ടു. പിതാവ് മൈക്ക് എന്റെ കയ്യിലോട്ട് തന്നു. അദ്ദേഹത്തിനും അറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്. സഭ ഇങ്ങനെ നോക്കുവായിരുന്നു. ഞാൻ ആ മൈക്ക് മേടിച്ചിട്ട് ഞാനങ്ങ് പറയുക, എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. അപ്പൊ ഈ സ്നേഹവന്ദനം എന്ന് പറയുമ്പോ എന്റെ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ പറയുക, ഇത് പറഞ്ഞിട്ട് അടുത്ത് എന്തോ ഞാൻ പറയണ്ടേ. അന്ന് സൺഡേ സ്കൂളിൽ ശരിക്കും പോയിട്ടില്ല, വചനം കറക്റ്റ് വായിച്ചിട്ടില്ല, ബൈബിള് കയ്യിലെടുത്തിട്ട് വർഷങ്ങളായെന്ന്. ബൈബിള് കയ്യിലെടുത്തിട്ട് വർഷങ്ങൾ. ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, അടുത്തത് ഞാൻ എന്തോ പറയണ്ടേ. അപ്പൊ എന്റെ മനസ്സിൽ പറയാ 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാൻ പറയാം. അപ്പൊ ഞാനൊന്ന് പറയാ 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കും. ഒരു അമ്മ വായിച്ചു, ലംഘനം ക്ഷമിച്ച് പാവം മറിച്ചും കിട്ടിയ മനുഷ്യൻ പാടി. ആ ആന്റി വാക്യം വായിക്കുമ്പോൾ എന്റെ മനസ്സില് ഇത് കഴിഞ്ഞ് ഞാൻ എന്തോ പറയണ്ടേ. ഞാൻ എന്നോട് പറയാ ഉള്ളില്, ഇതിനകത്തുനിന്ന് ഞാൻ എന്തുവാ പ്രസംഗിക്കേണ്ടുന്നത്. ഈ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ നിന്നു. എന്തുവാ എനിക്കും മനസ്സിലാകുന്നില്ല എന്താണ് എന്റെ ശരീരത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ മൈൻഡിൽ, എന്റെ ചിന്തയിൽ, ബ്രെയിനിൽ എന്തുവാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം എനിക്ക് അന്നേരം അവിടെ നിന്നോണ്ട് മനസ്സിലായി, എന്തൊക്കെയോ ചേഞ്ചിങ്, എന്തൊക്കെയോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. അപ്പൊ ഈ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് വചനം പറയാൻ തോന്നി. ഒരു ബൈബിൾ കോളേജിലും പഠിച്ചില്ല, 19 വയസ്സേ പ്രായമുള്ളൂ, നിരീശ്വരവാദിയാണ്, വചനം അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ വാക്യം വായിച്ചു കഴിഞ്ഞു. എന്തുവാണ് പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ മനസ്സിനകത്ത് ഞാൻ എന്നോട് തന്നെ പറയുക, എന്താ ഞാൻ പ്രസംഗിക്കേണ്ടത്, ഞാൻ എന്താ പറയേണ്ടത് മനസ്സിൽ പറയുക. വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ഇങ്ങനെ നിന്നു. അതിനുശേഷം 10 മിനിറ്റ് എനിക്ക് സമയം തന്നു. പരിശുദ്ധാത്മാവ് ഈ നൂറ്റാണ്ടിലും പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി. 10 മിനിറ്റ് എന്ന് പറഞ്ഞെടുത്ത് നിരീശ്വരവാദിയായ എന്നെ കൊണ്ട്, ദൈവം ഇല്ലെന്ന് വർഷങ്ങളായി പറഞ്ഞു നടക്കുന്ന എന്നെ കൊണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാതെ അവർക്കൊരു കണ്ണുനീരിന്റെ കയ്പിന്റെ അനുഭവം കൊടുത്ത് നടന്ന എന്നെ കൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം ആ വചനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഇന്നും ആ സഭ അവിടെ ഉണ്ട്. ജനം കത്തി. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞു. ആ നിമിഷങ്ങളിലാണ് എനിക്ക് മാനസാന്തരം വരുന്നത്. ഞാൻ അതിലേക്ക് വരിക. ഈ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പറയുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. എനിക്കറിയത്തില്ല എന്തോ എനിക്ക് ആക്ച്വലി എന്തുവാ നടക്കുന്നതെന്ന് ഒരു ബോധവും എനിക്കില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെ അത്രയും വർഷം മൈൻഡ് അങ്ങനെ ഒരു ഇതിൽ എനിക്കറിയത്തില്ല അതെങ്ങനെയാ പറയേണ്ടത്. ആ സെക്കൻഡുകളിൽ എന്തോ സംഭവിക്കുന്നതെന്ന് ഒരു രൂപവും.
അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞേച്ച് മൈക്ക് ഇങ്ങനെ 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 ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ചെറുതായിട്ട് കെട്ടി ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്തോ പറയണ്ടേ എനിക്കറിയത്തില്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നിൽക്കുക. ഞാൻ കാണുന്ന കാഴ്ച കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് ട്രാൻസ്മിറ്റ് ആകും. അതായത് അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കുന്നു, കുറെ പേര് നൃത്തം ചെയ്യുന്നു, കുറച്ചു പേര് താഴെ വീഴുന്നു. ഞാൻ ഇതെല്ലാം കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുക. എന്റെ പിതാവ് അതിന്റെ ഒരു ഭിത്തിയുടെ സൈഡിൽ ചാരി നിന്ന് മേപ്പോട്ട് ഇങ്ങനെ കൈ ഉയർത്തി പൊട്ടിക്കരയുക. ജനം മുഴുവൻ ഭയങ്കര ആരാധന. കുറച്ചു പേര് ഞാൻ താഴെ വീഴുന്നു, ഭൂതങ്ങൾ പോകുന്നു, ദൈവശക്തി പ്രാപിക്കുന്നു, അഭിഷേകം. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ കൈ കെട്ടി ഇങ്ങനെ ഇതെല്ലാം നോക്കുക. എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്, എനിക്ക് ഒരു രൂപവും ഇല്ല. ആ സമയത്ത് ഇത് നടക്കുന്ന ആ സമയത്ത് സ്തോത്രം, ആ ഹോളിന്റെ പ്രസംഗപീഠത്തിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. നമ്മൾ നടന്നു പോകുന്ന ആ വഴി, പുൽപ്പറ്റിലോട്ട് നമ്മൾ പോകുന്ന വഴി, അതിന്റെ സെന്ററില് ഞാൻ മാത്രമാണ് അത് കാണുന്നത്. എനിക്കത് കാണാൻ കഴിയും. ഒരു എന്താ പറയുക, രക്ത കളറുള്ള ഒരു തീകോളം, അതായത് അഗ്നിജ്വാല കൂടുമ്പോ ഉണ്ടാകുന്ന ഒരു കളറുണ്ട്, അതുപോലത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ. ആ കളറില് ഒരു ലൈറ്റ് ആ സെൻട്രലിലോട്ട് ഇങ്ങനെ വീഴുക, ഭയങ്കര പ്രകാശം. ഞാൻ അപ്പൊ അത്രയും നേരം ഇവരെയാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. ഈ ലൈറ്റ് സെൻട്രലിലോട്ട് വരികയും ഇവരെ ആരെയും പിന്നെ ഞാൻ കാണുന്നില്ല, ആരെയും ഞാൻ കാണുന്നില്ല. അവിടെ നിൽക്കുന്നവരെയോ ഞാനൊരു ചർച്ച് ഹോളിലാണെന്നോ എന്തുവാ സംഭവിക്കുക ഒന്നും എനിക്കറിയുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ലൈറ്റ് വരികയും ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ ഈ 12 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലയളവിൽ എനിക്ക് തോന്നുന്നല്ല ഞാൻ ആദ്യമായിട്ട് ഭയപ്പെട്ടത് അന്നേരം. കാരണം എനിക്ക് ഭയമില്ല, ആരെയും ഭയമില്ല, ഭയമില്ലാതെ നിഷേധിയായി അഹങ്കാരിയായിട്ട് ജീവിക്കുക. ഈ ലൈറ്റ് ഞാൻ ഭയപ്പെട്ടു, ഭ്രമിച്ചു പോയി, പേടിച്ചു. ഞാൻ ഇങ്ങനെ നിൽക്കുക, എന്തോ സംഭവിക്കുന്നു, ലോകം അവസാനിക്കുവാണോ, ഇനി ഞാൻ മരിക്കാൻ പോവുകയാണോ, ഞാൻ എവിടാ നിൽക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, വേറെ ഏതോ അവസ്ഥയിലാണ്. ആ ലൈറ്റിനകത്ത് യേശു ക്രിസ്തുവിനെ ഞാൻ കാണുക. ഈ ജ്വാലയുടെ മുഖമുള്ള ഒരാൾ, മുഖം ഭയങ്കര ശോഭയാ, തീ മുഖമാണ് ഞാൻ കണ്ടത്, തീയുടെ മുഖമാണ് ഞാൻ കാണുമ്പോ തീയുടെ മുഖം. വെളുത്ത ഹിമം പോലത്തെ മുടിയും ഒക്കെ ഉണ്ട്, നമുക്ക് വചനത്തെ അറിയാം. പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ച, തീക്കകത്തൊരു മനുഷ്യൻ നിന്നാൽ എങ്ങനെയാ അതുപോലത്തെ ഒരു രൂപം ഞാൻ കാണുക. എന്റെ അകത്തെ കണ്ണുകൊണ്ട് നമ്മൾ ദർശനം പലരും കാണാറുണ്ട് ദൈവത്തെ, ഞാൻ അതല്ല, എന്റെ ഈ അക്ഷരീക കണ്ണുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുക, അങ്ങനെ ഒരു രൂപം. ഞാന് പ്രിയമുള്ളവരെ ഈ രൂപം കാണുകയും എന്റെ ആന്റി ഞാന് ആ കാണുകയും ആരുടെ മുൻപിൽ മുട്ടുമടക്കത്തില്ല. ഈ രൂപം കാണുകയും ആ ചർച്ചിനകത്ത് എന്റെ മുട്ട് ഞാൻ മടക്കി, ഞാൻ മുട്ടുമടക്കി കുത്തി അവിടെ നിന്നു. 12 വയസ്സിന് മുമ്പ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടു, 12 വയസ്സിന് ശേഷം മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഈ പ്രകാശത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ ആ മുട്ടുകുത്തി നിന്നു. അവിടാണ് എന്റെ യഥാർത്ഥ മാനസാന്തരം നടക്കുന്നത്. ആ പ്രസംഗപീഠത്തിന് എനിക്ക് യഥാർത്ഥ ഒരു മാനസാന്തരം ഉണ്ടാവും. ഞാന് അവിടെ ഇങ്ങനെ നിന്ന് മുട്ടയിൽ നിന്ന് കൈ 2 ഉയർത്തിയിട്ട് അവിടെ നിന്നോണ്ട് ഞാനൊരു ഉടമ്പടി ചെയ്യുക ദൈവത്തോട്. ഞാൻ പറഞ്ഞു, ദൈവം ഉണ്ട്. ചില തിക്താനുഭവങ്ങളുടെ നടുവിൽ, കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ആ കൊച്ചു പ്രായത്തിൽ ഏറ്റ മുറിവിന്റെ ആഘാതത്തിൽ ദൈവം ഇല്ല എന്ന് വർഷങ്ങൾ പറഞ്ഞു.
പക്ഷെ എന്റെ പിതാവിന്റെയും മാതാവിന്റെയും കണ്ണുനീര് സ്തോത്രം ദൈവം എന്നെ തൊട്ടു. കാരണം കർത്താവിന് അറിയാം, ഒരു ചിലരെ കർത്താവ് വീണ്ടെടുക്കുന്ന സമയത്ത് ചില അഭിഷിക്തന്മാരെ ദൈവം അയക്കും. അഭിഷിക്തന്മാരിലൂടെ ദൈവം അയച്ച് അവരെ വീണ്ടെടുക്കും. പക്ഷെ ഞാൻ ഇങ്ങനൊരു തലത്തിലായതുകൊണ്ട് അങ്ങനെ ആരെ അയച്ചിട്ട് കാര്യം. സോ ദൈവം ഡയറക്റ്റ് തൊടുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവം തന്ന തലമുറയെ ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ട്, ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ട്, രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തയോടെ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, വളരെ ദൈവസ്നേഹത്തിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, നിങ്ങൾ കരഞ്ഞാൽ മാത്രം മതി. ദൈവസന്നിധിയിൽ ബന്ധുമിത്രാദികൾ തലമുറയെ കൈവെട്ടുന്നിരിക്കും. നമ്മുടെ തലമുറകളുടെ സുഹൃത്തുക്കൾ പറയാം, ആന്റി ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല കേട്ടോ, അങ്കിളുടെ മോൻ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് സുഹൃത്തുക്കൾ വരെ പറയാം. പഠിപ്പിക്കുന്ന അധ്യാപകര് പറയാം, ഓ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല, ബുദ്ധിയൊന്നും ഇല്ലെന്ന് പറയാം. ലോകത്തിന്റെ സ്വഭാവത്തിൽ അടിമപ്പെട്ടുപോയി, മദ്യപാനത്തിൽ അടിമപ്പെട്ടുപോയി, ഇനി മദ്യപാനത്തിൽ നിന്ന് എന്റെ കുഞ്ഞ് എങ്ങനെ രക്ഷപ്പെടാനാ, പിശാചിന്റെ വലയിൽ അകപ്പെട്ടുപോയി, ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല, എന്റെ കാലശേഷം ഇവൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഓർത്ത് നീറുന്ന മാതാവിനോടും പിതാവിനോടും എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ പലതും പറയും. പിശാച് നമ്മുടെ ചെവിയിൽ വന്ന് പലതും മന്ത്രിക്കും. എന്നാൽ സ്തോത്രം, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, ദൈവസന്നിധിയിൽ ആരും കാണാതെ വീടടച്ച് മുറി അടച്ച് വായിട്ട് നിങ്ങൾ പിതാവും മാതാവും കൈ ഓർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഇനി ചില ഭവനങ്ങളിൽ പിതാക്കന്മാർ മാനസാന്തരപ്പെടാത്തവരും ഒറ്റപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്ന അമ്മമാർ ഒരുപാട് പേർ, തലമുറയെ കൊണ്ട് സ്വസ്ഥതയില്ല, ഭർത്താവിനെ കൊണ്ട് സ്വസ്ഥതയില്ല. അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭർത്താവിനെ ഓർത്തും മകനെ ഓർത്തും അല്ലെ മകളെ ഓർത്ത് നീറി തോറ്റു തൊപ്പിയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് തുരുത്തി അവിടെ ശേഖരിക്കുന്നുണ്ട്. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഞാൻ നിഗളഹൃദയത്തിൽ ജീവിച്ച കാലയളവിൽ എന്റെ മാതാവും പിതാവും വിശ്വാസം കൈവിടാതെ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഒരു അഭിഷിക്തന്റെ തലമുറ എന്താ വളർത്തുദോഷമാണെന്ന് പറയും, അങ്ങനെ ചെയ്യാത്തതിന്റെ പ്രശ്നം, ഒത്തിരി പല വിധത്തിലുള്ള, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ അതിനൊന്നും മറുപടി കൊടുത്തില്ല. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ തന്ന തലമുറയാ, നിന്റെ വേലയ്ക്കുള്ളത് അവർക്കറിയാമായി. അപ്പൊ അവിടെ മറ്റൊരു മർമ്മം എന്ന് പറയുന്നത്, വാഗ്ദത്തം വലിയതാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടെങ്കിൽ ശത്രു പോരാടും, ഭയങ്കരമായിട്ട് പോരാടും. അതാണ് എന്നോടും പോരാടിയത്. പക്ഷെ ആ പോരാട്ടം മനസ്സിലാക്കി കണ്ണുനീരോടെ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായതിന്റെ ഫലമാണ് ആ ചർച്ച് ഹോളിനകത്ത് വെളിപ്പെട്ടത്. അപ്പോൾ മുട്ടയിലിരുന്ന് ഞാൻ ഒരു ഉടമ്പടി ഞാൻ പറഞ്ഞു, ഞാൻ അവിടേക്ക് മടങ്ങി വെച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ നിമിഷം മുതൽ ഈ ലോകത്തിൽ മരണം എന്നെ ഉൽകുന്നത് വരെ ഈ ഭൂമിയിൽ ദൈവമേ നീ എനിക്ക് എത്ര ആയുസ് തരുന്നു, ആ ആയുസ് തീരുന്നത് വരെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നിന്റെ വേല ഞാൻ ചെയ്യും. എനിക്ക് പകർന്നു തരുന്ന കൃപയ്ക്കനുസരിച്ച്, തരുന്ന പരിശുദ്ധാത്മാവിന്റെ പക്വതയ്ക്കനുസരിച്ച്, ജ്ഞാനത്തിനനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച്, കൃപയ്ക്കനുസരിച്ച് നിന്റെ വേല അന്ത്യത്തോളം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ആ നിമിഷത്തിൽ ദൈവത്തോട് ഞാൻ ഉടമ്പടിച്ചു. കാരണം ഞാൻ ഭയപ്പെട്ടു പോയി. എന്റെ നികളമെല്ലാം അവിടെ ഒടിഞ്ഞു വീഴും. ഞാനെന്ന പാവം മാതാവിനെ അനുസരിക്കത്തില്ല, ഒരനുസരണവും ഒരുപാട് അവരെ കരയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയമുള്ളവർ, ഞാന് ആന്റിയോട് പറയുവാണെങ്കിൽ എന്റെ പിതാവിനെ മാതാവിനെ ഒത്തിരി അവരെ കരയിപ്പിച്ചതിന് യാതൊരു കണക്കുണ്ട്, അതുപോലെ ഞാൻ അവരെ കരയിപ്പിച്ചു. അത് നമ്മുടെ ബുദ്ധിമണ്ഡലമൊക്കെ അങ്ങനൊരു തലത്തിൽ പിശാച് ബന്ധിച്ചിരുന്നു. ഞാൻ ഇപ്പം പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അല്ലാതൊക്കെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ദൈവം അങ്ങനെ എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രായത്തിൽ ഞാൻ ഏത് രൂപത്തിലായിരിക്കും, ഏതെങ്കിലും
പിശാചിന്റെ അടിമത്തത്തിലോ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കുരുങ്ങി എന്റെ ജീവിതവും നശിച്ച് എന്റെ പിതാവിന്റെ മുഖത്ത് കരിയും വാരി ഞാൻ തേച്ച് അവരുടെ ശുശ്രൂഷയും നഷ്ടപ്പെട്ട് ദൈവനാമവും ദൂഷിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ എന്റെ ആത്മാവ് നിത്യനരകത്തിൽ പോയി. ഞാൻ പറയും ഇതിന് പ്രതിഫലം ഈ ആയുസ് പോരാ കർത്താവേ എന്ന് ഞാൻ പറയാം. നമ്മള് ഒത്തിരി പ്രസംഗം കേൾക്കും, ചാകാത്ത പുഴു കെടാത്ത തീയൊക്കെ ഉള്ള സ്ഥലമാണ്. വെളിപ്പാട് പുസ്തകം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നരകത്തിന്റെ തീവ്രത. ഞാന് സൂക്ഷ ഇറങ്ങി കഴിഞ്ഞ് വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നരകത്തിന്റെ തീവ്രത. എനിക്കതുകൊണ്ട് ആത്മാക്കളെ കുറിച്ച് അങ്ങനെ ഈ ദൈവം വിളിച്ചിറക്കിയതുകൊണ്ട് ആത്മാക്കളെ കുറിച്ച് ഭയങ്കര ഭാരമാണ്. ഈ എന്റെ വിഷയം ഇരുന്ന് കരയുന്ന പോലെ വേറൊരാൾക്ക് വേണ്ടി എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അതായത് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്ക് കണ്ണുനീര് വരും. അതായത് ആ ഒരു ആത്മഭാരം തന്നു ദൈവം എന്നെ ഇറക്കുവാനിടയാണ്. അങ്ങനെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തു. ആ ഒരു ദിവസത്തിന് ശേഷം പിന്നെ ഒരു ദിവസം പോലും ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. തേർഡ് ഇയറില് ഫസ്റ്റ് ഇയറിന്റെ എക്സാം നടക്കുമ്പോൾ ഞാൻ ദുബൈയിലെ കൺവെൻഷനിൽ പ്രസംഗിക്കും. അത് എന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഏതാണ്ട് വലിയൊരു നേടാനിരുന്നു. നികളമുള്ളതുകൊണ്ട് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ മേൽ ആ ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ മുൻപോട്ട് പോയാൽ എവിടെ പോകുമെന്ന് കർത്താവിന്. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം 0 ആക്കി. 2 വർഷത്തെ കോളേജ് റാങ്കായിരുന്നു, അത് 0 ആക്കി. ഇല്ലായ്മ ചെയ്തു ദൈവം. അന്നു മുതൽ കഴിഞ്ഞ 15 വർഷമായി ദൈവം അയക്കുന്ന അനേക സുവിശേഷ യോഗങ്ങളുടെ വേദികളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, ലേഡീസ് കോൺഫറൻസുകളിൽ, ഉന്നതന്മാരുടെ നടുവിൽ, പ്രഭുക്കന്മാരുടെ നടുവിൽ ദൈവം ഈ വചനവുമായി പോയി നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവ് വിളിച്ചിറക്കിയപ്പോ ഞാൻ പിന്നെ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു. ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, പ്രത്യേകിച്ച് സഹോദരിമാരിലൂടെ ദൈവം ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു മിനിസ്ട്രി എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏതൊക്കെ കൃപാവരം വേണം അങ്ങനെയൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ ഒരു ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയിൽ ഒരു യുണീക് വ്യത്യസ്തത ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, വളരെ വ്യത്യസ്തമായ നിലയിലാണ് കർത്താവ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിന് ഒരു യോഗ്യതയും ഒരു യോഗ്യതയും ദൈവം ഇല്ലെന്ന് എത്ര പറഞ്ഞോ അതിന്റെ ഇരട്ടി എന്റെ നാവ് കൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് അനേക ഗ്രൗണ്ടുകളിൽ ദൈവം പറയിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം ഇല്ലെന്ന് ആര് നിഗളിച്ച് നടന്നാലും പിടി വീഴും. നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് പുല്ല് തീറ്റിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നും നമുക്ക് നിഗളിപ്പാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു, ഒന്നും അഹങ്കരിപ്പാൻ. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷ ഞാൻ വേഗത്തിൽ പറയാം. ശുശ്രൂഷ അങ്ങനെ തുടങ്ങി. 19ാമത്തെ വയസ്സിൽ മിനിസ്ട്രി തുടങ്ങി. അപ്പം ശുശ്രൂഷയിൽ പ്രവേശിച്ച് മിനിസ്ട്രി അങ്ങോട്ട് ശക്തമായപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ ഡൗൺ ആവാണ്. അതാണ് അടുത്തൊരു ടെസ്റ്റിമണി. ഭയങ്കര പ്രോബ്ലം. സ്പൈനൽ കോഡിന്റെ 16ാമത്തെ വയസ്സിലുണ്ടായ ഇഷ്യൂ ഇരട്ടി ശക്തിയോടെ വരിക. അതായത് ശൂലം. പിന്നെ മനസ്സിലായി. വീണ്ടും പോയി സ്കാൻ ചെയ്തു. ഭയങ്കര പ്രശ്നം. 8 ഡിസ്കിന് ചതവുണ്ട്. സ്പൈനൽ കോഡിന് 8 ഡിസ്കിന് ചതവും. 9 കണ്ണികൾ വിട്ടുകിടക്കും. 3 സ്പൈനൽ കോഡിനകത്ത് ഉള്ളറയിൽ 8 മുഴയുണ്ട്. 4 ഫ്ലൂയിഡ് ഫോർമേഷൻ ചെയ്യുന്ന സെൽസ് ഡെഡായി പോയി വർഷങ്ങളായി. നമ്മൾ ഏതൊരു മനുഷ്യനും എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ബലം വരുന്നത് ഫ്ലൂയിഡ് ഫോർമേഷൻ കൂടെ അതിനൊരു ഘടകമുണ്ട്. അത് ഫോം ചെയ്യുന്ന സെല്ല് ഡെഡായി. പെയിൻ കൂടുമ്പോ ബ്ലഡ് വോമിറ്റ് ചെയ്യും. മൂക്കി കൂടെ ചെവിയിലൂടെ ബ്ലഡ്. ഇങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഡൗൺ ആയി ഫിസിക്കലി. പക്ഷെ മിനിസ്ട്രി ശക്തമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത്
ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ. ഡോക്ടർ എന്റെ മാതാവിനോട് പറഞ്ഞു വിവാഹം കഴിപ്പിക്കേണ്ട, കാരണം ബുദ്ധിമുട്ടാണ്, കാരണം ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെ, വേറൊരാള് ശരിക്കും ഒരു ടേക്ക് കെയർ എനിക്ക് ആവശ്യം. മെഡിക്കൽ സയൻസ് അന്ന് എനിക്ക് തന്ന ഒരു രേഖയുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞു, അച്ഛ നീ 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയോ 15 മിനിറ്റിൽ കൂടുതൽ ഇരിക്കുകയോ ചെയ്താൽ താഴെ. അവിടെ ഇത്രയും പ്രോബ്ലം നട്ടലിന്. ഞാനിങ്ങനെ അന്തം വിട്ടു, ഞാനൊന്നും മിണ്ടിയില്ല. വേദനിപ്പിച്ചത് എന്താ പറയാൻ, ഒന്നും മിണ്ടി. ഞാൻ ഭവനത്തിൽ മടങ്ങി. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെ ഏൽപ്പിച്ച മഹത്വകരമായ ശുശ്രൂഷയിൽ അനേകർ വിടുവിക്കപ്പെടുന്നു, അനേകർക്ക് സൗഖ്യമാകുന്നു, അനേകരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. എനിക്ക് ഇതിനകത്തൊരു വിടുതൽ തരണം. അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക്. ഇത് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, നിന്നെ ബലപ്പെടുത്താനും ശക്തീകരിക്കാനും കിടപ്പിലാകാതെ കർത്താവിന്റെ വേല ചെയ്യാനുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഡയറക്റ്റ് ദൈവങ്ങളാണ്. അതിനുശേഷം ഞാൻ പിറുപിറുത്തിട്ടു. അതിന് മുമ്പ് കുറച്ച് ദിവസം ഇങ്ങനെ പിറുപിറുക്കുമായിരുന്നു ദൈവത്തോട്, ദൈവമേ ഞാൻ നിന്നെ ശുശ്രൂഷ ചെയ്തിട്ട് വേല ചെയ്തിട്ട് എനിക്കാ വയ്യ, ഇത്രയും പ്രശ്നം സ്പൈനൽ കോഡിനകത്തുള്ളൊരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കത്തില്ല. ബിയോണ്ട് ദ ലെവൽ, അതായത് എന്തോ സയൻസിന് ബിയോണ്ട് ദ സയൻസിനും അപ്പുറമാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്നു, മാറാൻ ഇനി മേലാ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. ഇനി ഞാൻ മാറാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പിറുപിറുത്തിട്ടുമില്ല. ഞാൻ ഈ ടെസ്റ്റ് മണി ഇത്രയും സമയമായിട്ടിരുന്ന് പറയുമ്പോഴും മരണകരമായ പെയിൻ എന്റെ പുറത്ത് അനുഭവിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഗ്രേസ് എന്തുവാന്ന് ചോദിച്ചാൽ, എന്റെ ഫേസ് കണ്ടാൽ ഇങ്ങനൊരു പ്രശ്നം എന്നിലുണ്ടെന്ന് ആരും പറയും. സത്യം ഒരു മനുഷ്യനും വിശ്വസിക്കും. എന്റെ MRI റിപ്പോർട്ട് നോക്കുന്നവര് അന്തം വിട്ടാ നിൽക്കുന്നത്. അനി കണ്ടാ പറയത്തില്ലെന്ന് എന്നോട് പറയും. വേറെ നിന്ന് ശുശ്രൂഷിക്കുന്നത് കണ്ടാൽ ഒട്ടും പറയുകയില്ല. ഒരുങ്ങി ഇറങ്ങിയ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയൊരു സിവിയർ പ്രോബ്ലം, ഒരു രോഗം ശരീരത്തിൽ അനുഭവിച്ചാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ദൈവം 3 പ്രാവശ്യം. ഒന്ന് 8 വയസ്സുള്ളപ്പോൾ, കല്യാണത്തിന്റെ 6 മാസം മുമ്പ്, വിവാഹത്തിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ ബുള്ളറ്റിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ട്. ഞാൻ ആക്സിഡന്റിൽ വളരെ പൊക്കത്തിൽ കയറിച്ചാണ് പോയി വീഴും. അങ്ങനെയാണ് ഇത്രയും ഒരു ഡാമേജ് ഉണ്ടായത്. അങ്ങനെ ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, വിവാഹം വേണ്ട, എന്തിനാ വേറൊരാൾക്ക് നമ്മള് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞോ ഒരാൾ പറഞ്ഞു. കാരണം എല്ലാ പുരുഷന്മാരും എപ്പോഴും ഒരു ഭാര്യ വയ്യ വേദനയാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നെ കൂടെ ഒന്നും ഒക്കത്തില്ല, ഒരു തുണി പോലും കഴിയാൻ ഒക്കത്തില്ല. ഇത്രയും പ്രശ്നമുണ്ട്. ബോഡി ഫുള്ള് നീർക്കെട്ടാണ് എനിക്ക്, ശരീരം മൊത്തം കല്ല് പോലത്തെ നീർക്കെട്ട്. ആഴ്ച 3 ഫിസിയോതെറാപ്പി ഇന്നും എനിക്ക് പറയുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വിവാഹമൊക്കെ എന്നാ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പൊ ആ സമയത്ത് എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, വിവാഹം ഒരുങ്ങുന്നുണ്ട്. ദൈവാത്മാവ് പറഞ്ഞതല്ലേ, നമ്മൾ വിശ്വസിക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, നിന്റെ പദ്ധതിയിൽ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ, ശുശ്രൂഷയ്ക്ക് ഭംഗം വരാത്ത, ഫിസിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കി ടേക്ക് കെയർ ചെയ്യുന്ന, ചേർന്ന് നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദുബൈയില് ഞാനും എന്റെ പിതാവും കൂടെ, അന്ന് പിതാവാണ് എന്നെ എല്ലായിടത്തും ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നത്. ഞാനും എന്റെ പിതാവും കൂടെ ശുശ്രൂഷയ്ക്ക് ദുബൈയിൽ ഒരു കൺവെൻഷനിൽ പോയ സമയത്ത്, അവിടെ പകല് ഫാസ്റ്റിംഗ് പ്രയറുമായിട്ട് കൺവെൻഷൻ. അപ്പം വൈകിട്ട് കൺവെൻഷന് ശേഷം പിറ്റേ ദിവസം പകലും കൂടെ നിൽക്കാനാണ് ഉപവാസക്കാർ. അവിടെ ഞാൻ വചനം ശുശ്രൂഷിച്ച് ഇരുന്നതിന് ശേഷം ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു അപ്പച്ചൻ, പീറ്റർ രാമചന്ദ്രൻ, ട്രിവാൻഡ്രം സ്വദേശി, ട്രിവാൻഡ്രം വട്ടപ്പാറ സ്വദേശി പീറ്റർ രാമചന്ദ്രൻ. അദ്ദേഹം മുംബൈ സെറ്റിൽ. ഇന്ന് ജീവനുണ്ടോന്ന് എനിക്കറിയത്തില്ല. അന്ന് 75-80 വയസ്സുണ്ട് അപ്പച്ചൻ. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഈ അപ്പച്ചൻ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു. അഭിഷിക്തനാണ്. ഈ മൈക്ക് എടുത്തിട്ട് മെസ്സേജ് തമ്പുരാൻ പറയാനുള്ളതിന് എന്നോടൊരു ദൂത്, എടി സിസ്റ്റർ അക്ഷേ,
നിന്നെ ഞാൻ സിസ്പറക്സെന്നൊന്നും വിളിക്കത്തില്ല, എന്റെ കൊച്ചുമോളാകാനേ പ്രായമുള്ളൂ. നല്ല തമാശയൊക്കെ പറഞ്ഞ എന്റെ കൊച്ചുമോളാകാനേ പ്രായമുള്ളൂ. നിനക്ക് വരാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് ഞാൻ പ്രവചിക്കാൻ പോവാണ്. പേപ്പറും പേനയെടുത്ത് എഴുതാൻ പോകും. ഞാനിങ്ങനെ ഇങ്ങനെ അമ്പം വിട്ടിരിക്കുക, കൈ ബൈബിൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ പേനയും പേപ്പറും കൊണ്ട് പോകത്തില്ലല്ലോ. പെട്ടെന്ന് അമ്മച്ചി എനിക്കൊരു പേനയും പേപ്പറും എന്നിട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു എന്നോട്. 1 കൊല്ലം ജില്ലക്കാരൻ, 2 മീശ ദാടി കണ്ണാടി, 3 പ്രൊഫഷണൽ സിംഗർ, 4 മിഷണറി, 5 7 ഭാഷ കൈകാര്യം ചെയ്യുന്നവൻ, 6 നിന്നേക്കാൾ സമ്പത്തുള്ളവൻ, 7 നിന്നേക്കാൾ കുലമഹിമയുള്ളവൻ, 8 നിന്നേക്കാൾ സൗന്ദര്യമുണ്ട്, 8 സൈൻ. എന്നിട്ട് എന്നോട് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നേക്ക് 2ാമത്തെ വർഷം ഒരു ഡിസംബർ മാസം നീ അവനെ കാണും. അങ്ങനെ ദൈവാലോചന എന്നോട് സംസാരിച്ചു. ഞാനത് എഴുതിയെടുത്തു. ശുശ്രൂഷ കഴിഞ്ഞ് താമസിക്കുന്ന റൂമില് തിരിച്ചു വന്നു. റൂമില് തിരിച്ചു വന്നിട്ട് ഈ പേപ്പറിനകത്തുന്ന ഈ ദൂത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഡയറിയിലോട്ട് എഴുതി. ആന്റി കേൾക്കാവുന്ന ക്ലിയർ? ഞാനത് എഴുതിയെടുത്തു. ശുശ്രൂഷ കഴിഞ്ഞു നാട്ടിൽ മടങ്ങി വന്നു. കറക്റ്റ് 2ാമത്തെ വർഷം 2016 ഡിസംബർ 29 വ്യാഴാഴ്ച. നമുക്കത് മറക്കാൻ പറ്റത്തില്ലല്ലോ, ദൂതിന്റെ നിവൃത്തീകരണം ഉള്ള ദിവസം. ഡിസംബർ 29 വ്യാഴാഴ്ച എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ പ്രവീൺ കൊട്ടാരക്കര, പ്രവീൺ രാജ്, അദ്ദേഹത്തിന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. അദ്ദേഹത്തിന്റെ സഭയില് ഒരു ഡെലിവറൻസ് മീറ്റിംഗില് അദ്ദേഹത്തിന്റെ പാസ്റ്റർക്കാരോ നമ്പർ കൊടുത്തിട്ട് എന്നെയും പപ്പായെയും വിളിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു മറൈൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓർത്തഡോക്സിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ്. കുടുംബമൊക്കെ തള്ളിക്കളഞ്ഞ പിതാവൊക്കെ ഭവനത്തിൽ നിന്ന് ഇറക്കിയിട്ടു. അങ്ങനെയൊക്കെ ഒരു ടെസ്റ്റിമണി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം, ഞാൻ വേഗത്തിൽ പറയുക, ഏകദേശം ഒരു മാസം 3.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി, ഷിപ്പിലെ ജോലി രാജിവെച്ചിട്ട് മണക്കാല ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് വേദപഠനം പൂർത്തീകരിച്ച് അവരുടെ സഭയുടെ അസിസ്റ്റന്റ് മാസ്റ്റർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നമ്മളെല്ലായിടത്തും ശുശ്രൂഷയ്ക്ക് ചെല്ലുന്ന പോലെ ചെന്നു. ശുശ്രൂഷ കഴിഞ്ഞു, തിരിച്ച് ഭവനത്തിൽ മടങ്ങി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇടപെടുക, കഴിഞ്ഞ ദിവസം നിന്റെ സഭയിൽ വന്ന വ്യക്തിയുമായിട്ട് നിന്റെ വിവാഹം നടത്തും. ഈ കാര്യം അദ്ദേഹത്തിന്റെ മാതാവിനോട്, ഭവനത്തോട് പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ UK സെറ്റിൽഡാണ്, ഫാമിലിയെ. അവര് ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടഡ് ഫാമിലി. ഓൾറെഡി വിശ്വാസത്തിൽ പോയതിന്റെ പ്രതികൂലമുണ്ട്, ബൈബിൾ കോളേജിൽ പോയതിന്റെ പ്രതികൂലമുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൂടെ വിവാഹം കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിനെ, കണ്ണിനെ ഈ ലോകത്തിന്റെ ദൈവം ഇരുട്ടാക്കി വെച്ചിരിക്കും. അവരുടെ കുറ്റമല്ല. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, അവരുടെ സ്റ്റാറ്റസിലും സ്റ്റാൻഡേർഡിലും ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം വളരെ കറക്റ്റാണ്. ഒരിക്കലും ഞാൻ പപ്പായെയും മമ്മിയെയും ഞാൻ കുറ്റം പറയത്തേയില്ല. സ്തോത്രം. ഇപ്പൊ മമ്മി വിശ്വാസത്തിൽ വന്നു, പപ്പായും വന്നു, മരണപ്പെട്ടു പോയി. അങ്ങനെ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായി. പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഈ വിവാഹം അദ്ദേഹം നടത്തി. അപ്പൊ ഈ ദൈവം ഇങ്ങനെ ഇടപെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പാസ്റ്ററിൽ നിന്ന് എന്റെ പിതാവിന്റെ നമ്പർ എടുത്തിട്ട് എന്റെ പപ്പായെ വിളിച്ചു. അപ്പൊ അന്നേരം വെളിയിൽ മാർക്കറ്റിൽ നിൽക്കുവാൻ ഡയറക്റ്റ് പ്രവീൺ പാസ്റ്റർ അങ്ങ് ചോദിച്ചു, ചാർലി പാസ്റ്ററെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ശുശ്രൂഷയ്ക്ക് വന്നിടത്ത് ഒരു താടി വെച്ച ഒരാൾ സ്റ്റേജിൽ ഇരുന്നില്ലേ, വർഷിപ്പ് ലീഡ് ചെയ്ത്, അദ്ദേഹമാണ് വിളിക്കുന്നത്. ആ പിതാവ് ചോദിച്ചോ, എന്താ മോനെ? ഞാൻ പാസ്റ്റർ മോളെ വിവാഹം ആലോചിക്കാൻ വിളിച്ചത്. ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു. ഇതാ ഒന്നും വിട്ടുപോയി. കാരണം എന്റെ അക്കൗണ്ട് വന്നേരം കട്ട, അപ്പാടെ അക്കൗണ്ടും കട്ട, 0 ബാലൻസ്. എങ്ങനെ കല്യാണം നടന്നു? വീട്ടിൽ വന്നു, മമ്മിയോട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കും. ഞാൻ ചെല്ലുമ്പോ ഇവര് സംസാരം നിർത്തി. ഞാൻ ചോദിച്ചെന്തുവാ? അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇന്നയാള് വരുവോ? അപ്പൊ പിറ്റേ ദിവസം രാവിലെ 10:30 പെണ്ണ് കാണാൻ ചടങ്ങ് ഉണ്ടല്ലോ, നമ്മുടെ നാടിന്റെ ഒരു മര്യാദ. അതിനെ കാണാനായിട്ട് ഇവര് വരൂ. എന്റെ ആന്റി അന്ന് രാത്രി ഞാൻ ഉറങ്ങി. ഉറങ്ങാത്തത് പെണ്ണ് കാണാൻ വരുന്നൊരു ടെൻഷനൊന്നും അല്ല, ഇറങ്ങി നിൽക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്നും അല്ല എന്റെ ടെൻഷൻ. ഇത് ദൈവഹിതമുള്ളതാണോ അല്ലയോ, ഇതാ എന്റെ ടെൻഷൻ. കല്യാണം കഴിച്ചത് ശുശ്രൂഷ നഷ്ടപ്പെടാൻ പാടില്ല, അവർ പ്രോത്സാഹനം വേണം. പിന്നെ ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെ എന്തോ ചെയ്യും, ടെൻഷൻ. ഞാൻ ഇങ്ങനെ രാത്രി ബെഡ്റൂമിനകത്തോട് നടക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞ അലമാരി ഇരിക്കുന്ന ഡയറി എടുത്തു നോക്ക. അങ്ങനെ ഞാൻ ഡയറി എടുത്ത് നോക്കി, ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഞാൻ ദൈവത്തോട് മേളോട്ട് നോക്കി ചോദിച്ചു, എന്തോ ഒന്നും കാണുന്നില്ലെന്നു.
വീണ്ടും ദേവാത്മാവ് പറയാ, എടി പൊട്ടി ഒന്നുകൂടി നോക്ക. മറിച്ച് നോക്കിയപ്പോൾ 2 കൊല്ലം മുമ്പ് എഴുതിയ ദൂതിന്റെ പേപ്പർ. ഞാൻ ഈ ദൂതും വരുന്ന വ്യക്തിയും തമ്മിൽ എന്തോ ബന്ധം? രാവിലെ 6 മണി വരെ ഉണർന്നിരുന്നേച്ച് അപ്പനെ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തി അപ്പന്റെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ട് പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനെ ഞാൻ വിളിച്ചു. ആരെങ്കിലും വിളിക്കൂ? പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനെ ആരെങ്കിലും രാവിലെ 6 മണിക്ക് വിളിക്കൂ? ഞാൻ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് അപ്പൊ ആദ്യത്തെ 2 കാര്യം ഞാൻ ടിക്കറ്റ് വെച്ചിരിക്കുക. കൊട്ടാരക്കര കൊല്ലം ജില്ലയില്ല. അപ്പൊ ഒന്നാമത്തെ ദൂത് കൊല്ലം ജില്ലക്കാരൻ, 2 താടി മീശ കണ്ണാടി, ഇത് 2 എനിക്ക് അറിയാം. ബാക്കി അറിയാം. ഞാൻ ചോദിച്ചു, മിഷണറി ആണോ? എന്തുവാ പ്ലാൻ? ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യാണ്. മിഷണറിയാ. ടിക്ക് ചെയ്തു. അന്ന് പാടുന്ന കണ്ടു, പ്രൊഫഷണലായിട്ട് സിംഗർ ആണോ? ആന്നു. അത് ടിക്ക് കൊടുത്തു. എത്ര ഭാഷ കൈകാര്യം ചെയ്യും? അത് ഞാൻ 7 ഭാഷ കൈകാര്യം ചെയ്യും. വിറച്ച് ടിക്ക് ചെയ്യുന്നേ അദ്ദേഹം അറിയുന്നില്ല. കൈ വിറച്ച് ഇവിടെ ടിക്ക് ഇടുക. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത് ഞങ്ങൾ സൗണ്ടഡ് ഫാമിലി, ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കാണുമ്പോ അറിയാം എന്നെക്കാൾ സൗന്ദര്യം. 8 ദൂതും കാണും. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇദ്ദേഹം പേടിച്ചു പോയി. അപ്പൊ എന്റെ പപ്പായെ വിളിച്ചു, മോള് വിളിച്ചിങ്ങനെ ഏതാണ്ടൊക്കെ ചോദിച്ചു. ഞാൻ വരണ്ടായോ ചോദിച്ചു. പപ്പ പറഞ്ഞു, അത് വേറൊരു കാര്യം, വരുമ്പോ പറയാം, സർപ്രൈസ് മോനിങ് വരാം. അങ്ങനെ വന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ ഞാൻ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞു. ഇങ്ങനെയാണ് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ, വളരെ വീക്കാണ്. 15 മിനിറ്റ് കൂടുതൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. പക്ഷെ മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷിക്കും, മണിക്കൂറുകൾ ഇരുന്ന് ട്രാവൽ ചെയ്യും. ഇത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ശരീരം മൊത്തം വീർക്കും. ആനയുടെ കാലിന്റെ അത്രയൊക്കെ ആവും എന്റെ കാല്, അത്രത്തോളം വീർക്കും. പിന്നെ 2 ദിവസം റെസ്റ്റ് ആയിരിക്കും, ചെയ്യാനും ഒക്കത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിങ്ങളല്ലല്ലോ ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തത്, ഞാനല്ലേ പ്രൊപ്പോസ് ചെയ്തത്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തമായ വെളിപ്പാടും പരിശുദ്ധാത്മാവിന്റെ ശബ്ദവുമാണ് ഈ തീരുമാനത്തിൽ എന്നെ എത്തിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഫിക്സ് ചെയ്തു. അവര് മടങ്ങിപ്പോയി. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോ മമ്മി ഒറ്റ കരച്ചില്ല, അയ്യോ എന്റെ മോടെ കല്യാണം എങ്ങനെ നടത്തും? അപ്പ അങ്ങനെ പറഞ്ഞു, വിശ്വാസത്താൽ ദൈവം ചെയ്യൂ. 1 രൂപയില്ല, 1 രൂപ. തലമുറകളുടെ ഭാവിക്ക് വേണ്ടി ഭാരപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാരവും വേണ്ട. തക്ക സമയത്ത് എല്ലാ വഴികളും വാതിലുകളും സ്വർഗത്തിലെ ദൈവം തുറക്കും. എന്റെ അനുഭവം. ഒരു പ്രഭുവിന്റെ മകളുടെ കല്യാണം എങ്ങനെ നടക്കുമോ അങ്ങനെ എന്റെ വിവാഹം നടക്കും. എന്റെ ബന്ധുമിത്രാദികളൊക്കെ ഇന്നും കല്യാണ വീഡിയോ ഇട്ട് കാണുമ്പം എന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് ഇങ്ങനെ, ചിലരിങ്ങനെ ഇരിക്കും. അത്രത്തോളം 2000 പേര് കൂടി ഒരു വലിയ കല്യാണം. ദൈവം എന്നെ മാനിച്ചു. രൂത്തിനെ ബോധത്തിന്റെ കയ്യിൽ കൊടുത്ത് മാനിച്ചെടുത്തതുപോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും മാനിച്ചു. ഒരു സാധ്യതയും ഇല്ലായിരുന്നു. ദൈവം എല്ലാം നന്നായി ചെയ്തു. ശുശ്രൂഷയ്ക്കും എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വലിയൊരു കൈത്താങ്ങലായി, പ്രോത്സാഹനമായി, പ്രാർത്ഥനയായി, ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കും, കരയണോ നിലവിളിക്കണം, എല്ലാത്തിനും ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലുകളും ദേവദാസൻ നൽകി കഴിഞ്ഞ 8 വർഷമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇതാണ് എന്റെ ഒരു സാക്ഷ്യം. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം നടത്തി. ഇപ്പോൾ റാന്നി മന്നമരുതി മക്കപ്പുഴ എന്ന് പറയുന്ന ദേശത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ സംഘടനയുമായിട്ടുള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. 4 വർഷമായി ഇവിടുത്തെ പ്രവർത്തനം വിശ്വാസത്താൽ തുടങ്ങിയതാണ്. ഞാനും കർത്താവിന്റെ ദാസനും മാത്രമായി തുടങ്ങിയ പ്രവർത്തനം ഇന്ന് 17 കുടുംബമുണ്ട്. ഹിന്ദുക്കളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ് എല്ലാം. സാധുക്കളായിട്ടുള്ള കുറെ ദൈവമക്കളുമായി ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു പോകുന്നു. പുറത്ത് ദൈവം അയക്കുന്നിടത്തും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം ഇത്രത്തോളം കൊണ്ടുവരുവാനായിട്ട് ഇടയായി. മുഴുവൻ മഹത്വവും ദൈവത്തിന്. എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, മുഴുവാനൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസം. നമ്മളെ ശവപ്പെട്ടിയിൽ വെക്കുന്നത് വരെ നമുക്ക് സ്ട്രഗിൾസ് ഈസ് ദയർ. അതാണ് ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം അങ്ങനെയാണ്. പക്ഷെ എന്നും അങ്ങ് ലജ്ജിക്കപ്പെട്ടിരിക്കുവാൻ, തലകുനിച്ചിരിക്കുവാൻ ദൈവം അനുവദിക്കും. വാഗ്ദത്തത്തിന്റെ സമയത്ത് അത് ജീവിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റം അതെന്റെ അനുഭവമാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങളെ 2 പേരെയും
കർത്താവ് ശ്രേഷ്ഠകരമായി നടത്തുന്നു, മുൻപോട്ട് പോകുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ അവസരം ഒരുക്കി തന്നതിന്. ഫോർമാലിറ്റി ആയിട്ടൊരു നന്ദി പറയുവല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ്. ഒത്തിരി വേദികളിൽ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ചാനലിൽ അത് ജോയ്സ് ടിവിയിലൂടെ ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഇടയ്ക്ക് ഒത്തിരി കാണാറുണ്ട്, യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ടെസ്റ്റിമണി കാണുന്ന ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അങ്ങനെ അത് പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. ഓക്കെ അച്ഛാ, കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവത്തിന്റെ വിധങ്ങളും വഴികളും നടത്തിയ വഴികൾ. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ദാസന്റെ മകള് ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരി സ്ട്രഗിളുകൾ, അവിടെ ശത്രു തകർത്ത് കളയേണ്ട സ്ഥാനത്ത് ദൈവം കരം പിടിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ച് ഇന്ന് കർത്താവ് ഉയർത്തി നിർത്തിയിരിക്കുന്ന അനുഭവങ്ങളെ കേൾക്കുവാനിടയായി തീർന്നു. ഇനിയും കർത്താവ് ഹല്ലേലൂയ ദൈവദാസിയെ കുടുംബമായി മാനിക്കും, ഉപയോഗിക്കും. അനേകർക്ക് കർത്താവിൻ്റെ ദാസിയും കുടുംബം ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, മനോഹരമേറിയ നല്ല സമയത്തിനായി നമ്മയോടെ ദൈവത്തെ എത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ആമേൻ ഇങ്ങനെ ജോയ്സ് ടിവിയിലൂടെ ദൈവം നടത്തിയ വിധങ്ങൾ, കർത്താവ് നൽകിയ ദാനങ്ങൾ, ദൈവം വീണ്ടെടുത്ത അവസരങ്ങളെ കുറിച്ചൊക്കെ സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രായ വ്യത്യാസമില്ലാതെ അനേകരുടെ ഹൃദയങ്ങളിൽ ഈ ഒരു സാക്ഷ്യം ചലിക്കട്ടെ കർത്താവെ. അനേകരുടെ ശാരീരിക, മാനസിക, ആത്മീക മണ്ഡലങ്ങളിൽ കർത്താവെ, ജീവിതത്തിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് ഇതൊരു ചലനമായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ആമേൻ ചലിക്കട്ടെ കർത്താവേ. ഇതിനകത്ത് നിന്ന് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനായി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആന്റിക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.